ആം, നമ്മളെ ഇത്ര ഞായറാഴ്ചകളിൽ കംസ് ഓഫ് ഏജ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ചരിത്ര പുസ്തകമാണ്. ഒരുപക്ഷെ 10 350 താഴെ വരുന്ന പേജുകളുള്ള ചരിത്ര പുസ്തകത്തില് ബിൽ ഡബ്ല്യു യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത് എഐയുടെ ഒരു സംക്ഷിപ്ത രൂപം, അല്ലെങ്കിൽ എങ്ങനെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ഉണ്ടായത്, എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത്, ലോകം മുഴുവൻ എങ്ങനെയാണ് ഇത് വ്യാപിച്ചത്, ആരൊക്കെ അതിന് സഹായിച്ചു എന്നൊക്കെ ചൂണ്ടിക്കാട്ടാനാണ്. അപ്പൊ നമുക്കറിയാം 1935 ഡോക്ടർ ബോബിനെ ബിൽ ഡബ്ല്യു കാണാൻ പോകുന്ന ആ നിമിഷം മുതലാണ് എഐയുടെ ജന്മം. അല്ലെങ്കിൽ ഡോക്ടർ ബോബ് ബിൽ ഡബ്ല്യു സുഖപ്പെട്ട ദിവസമല്ല, അല്ലെങ്കിൽ ബിൽ ഡബ്ല്യു മോചിതനായ ദിവസമല്ല, ഡോക്ടർ ബോബ് മോചിതനായ ദിവസമാണ് നമ്മൾ എഐയുടെ ജന്മദിനമായിട്ട് കണക്കാക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരു 4 വർഷത്തോളം ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പിൽ പോയിക്കൊണ്ടിരുന്നവരാണ് നമ്മുടെ സഹസ്ഥാപകരെല്ലാം തന്നെ. ആ കാലത്തുണ്ടായ ഇപ്പൊ ബുക്ക് അടങ്ങുന്ന കാലത്ത് 100 പേരാണ് ഉണ്ടായിരുന്നത്. 1935 മുതൽ 39 വരെ 100 പേരാണ് ഉണ്ടായിരുന്നത്. അവരെല്ലാവരും തീർച്ചയായും ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പോയിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ തത്വങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാകണം. ആൽക്കഹോളിസം കംസ് ഓഫ് ഏജ് എന്ന് പറയുന്ന ഈ ബുക്കില് പേജ് നമ്പർ 39 ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനെ പറ്റി വിവരിക്കുന്നുണ്ട്. അത് ഇച്ചിരി കൂടി ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് വിവരിക്കുന്നതാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിന്റെ 5 അബ്സല്യൂട്ട്സ് ഒക്കെ നമ്മൾ കാണാൻ ശ്രമിച്ചു. എന്താണ് അവർ പരിപൂർണതയെ പറ്റിയൊക്കെ പറയാം. അപ്പൊ ഇന്നിപ്പോ അതിന്റെ ഒരു ചെറിയ രൂപം പറയാനാണ് ഞാൻ ശ്രമിക്കുക. ഇപ്പൊ ഇംഗ്ലീഷിൽ ഞാൻ വായിച്ചിട്ട് മലയാളത്തിലേക്ക് അത് പറയാം, അതായിരിക്കും കൂടുതൽ. കാരണം എന്റേതായ ഭാഷയിൽ പറയാതെ അവരെന്താണ്, ചരിത്രകാരന്മാർ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അത് വായിച്ചിട്ട് ഞാൻ ഇംഗ്ലീഷിൽ പറയാം. ഓക്കെ. ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് സിൻ ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് പുട്സ് ഇറ്റ്സ് ബ്ലണ്ട്ലി is anything that keeps us from God or from one another. അതായത് ലോകത്തിനോ ദൈവത്തിനും മറ്റുള്ളവർക്കും എതിരെ പ്രവർത്തിക്കുന്ന എന്തിനേയും അവര് നിർദാക്ഷിണ്യം പാപം എന്നാണ് വിളിച്ചിരുന്നത്. എ ഗ്രൂ ഇൻ പാർട്ട് ഓഫ് ഔട്ട് ഓഫ് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. അതായത് ഒരു ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരു പാർട്ടായിട്ട് ആണ് എ വളർന്നു വന്നതെന്ന് പറഞ്ഞാൽ അവരുടെ അവിടെ പോയിക്കൊണ്ടിരുന്നവരാണ് എഐയുടെ തുടക്കത്തിന് വഴി തെളിച്ചത്. ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എ ക്രിസ്ത്യൻ ഗ്രൂപ്പ് ഫൗണ്ടഡ് ബൈ എ ലൂതറൻ മിനിസ്റ്റർ നെയ്മഡ് ഫ്രാങ്ക് ബുച്ച്മൻ അറൌണ്ട് ദ ഇയർ 1919. 1919 ഫ്രാങ്ക് ബുച്ച്മൻ എന്ന് പറയുന്ന ക്രിസ്ത്യൻ ലൂതറൻ മിനിസ്റ്ററാണ് അത് സ്ഥാപിച്ചത്, ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് സ്ഥാപിച്ചത്. ദ ഫസ്റ്റ് ഗ്രൂപ്പ് വാസ് ലൂസ്ലി കോൾഡ് എ ഫസ്റ്റ് സെഞ്ചുറി ക്രിസ്ത്യൻ ഫെലോഷിപ്പ്. അതായത് ആ ഗ്രൂപ്പിനെ ആദ്യം അറിയപ്പെട്ടിരുന്നത്, ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനെ ആദ്യം അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഫസ്റ്റ് സെഞ്ചുറി ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്നാണ്. ആൻഡ് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് നെയിം വാസ് ലേറ്റർ അറ്റാച്ച്ഡ് ടു ദ ഫെലോഷിപ്പ് ഡ്യൂ ടു കോഇൻസിഡൻഷ്യൽ അഫിലിയേഷൻ വിത്ത് ഓക്സ്ഫോർഡ് ഇംഗ്ലണ്ട്. അതായത് ഓക്സ്ഫോർഡ് ഇംഗ്ലണ്ടിലുള്ള ആളുകളുമായി ഇതിന്റെ ഒരു അഫിലിയേഷൻ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഇവരുടെ ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ്. അതിന്റെ കഥ എങ്ങനെയാണ്, ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവിടെ പഠിച്ചിരുന്ന കുട്ടികള് ട്രെയിനിൽ ഓക്സ്ഫോർഡ് ക്രിസ്ത്യൻ ഈ ഫസ്റ്റ് സെഞ്ചുറി ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് ട്രെയിനിൽ പോവുകയും അവരുടെ ലഗേജുകളെല്ലാം ട്രെയിനിൽ കയറ്റി വെക്കുകയും ട്രെയിനിന്റെ ഗ്ലാസ്സിൽ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്, അതായത് ഇവർ ഓക്സ്ഫോർഡ് കുട്ടികളായതുകൊണ്ട് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്ലാസ്സിൽ ഒട്ടിച്ചു. അപ്പൊ പിറ്റേ ദിവസത്തെ പത്രങ്ങളിലെല്ലാം ആ ഫോട്ടോ വന്നുകൊണ്ട് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അവർ ആ പേര് സ്വീകരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇത് പറയാത്തൊരു കാര്യം ഞങ്ങൾ കൂട്ടിച്ചേർത്തു എന്ന് മാത്രം. അപ്പോൾ ദി ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എൻജോയ്ഡ് വൈഡ് പോപ്പുലാരിറ്റി ആൻഡ് സക്സസ്. അതായത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ആൽക്കഹോളിക്സ് അനോണിമസിനെ പോലെ ആയിരുന്നില്ല. അവർക്ക് ഭയങ്കരമായിട്ട് പോപ്പുലാരിറ്റിനെയും വിജയങ്ങളെയും അല്ലെങ്കിൽ കീർത്തിയും വിജയവും ഒക്കെ അവർ എൻജോയ് ചെയ്തു. പർട്ടിക്കുലർലി ഇൻ 1930s, പ്രത്യേകിച്ച് 1930കളിൽ. 1938 എ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് USA ഏറ്റവും വലിയ ഒരു ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് 1938 ആയപ്പോഴത്തേക്കും അതിന്റെ പേര് മോറൽ റീ ആമൻമെന്റ് എന്ന പേരിലേക്ക് മാറ്റി. ധാർമ്മികതയെ ബന്ധപ്പെടുത്തി ഒരു പേര് അവരിട്ടു എന്ന് മാത്രം. ഇറ്റ് ബിക്കെയിം മോർ വൈഡ്ലി നോൺ ആസ് MRA, മോറൽ റീ ആർമമെന്റ്, MRA എന്ന ഒരു ഷോർട്ട് ഫോമിലേക്ക് ആ പേര് മാറ്റി. അപ്പൊ ആദ്യത്തെ ഇതിന്റെ പേരെന്തായിരുന്നു? ഫസ്റ്റ് സെഞ്ചുറി ക്രിസ്ത്യൻ ഫെലോഷിപ്പ്. രണ്ടാമത് അത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പായി. പിന്നീട് അതിന്റെ പേര്
MRA മോറൽ റിയാർമമെന്റ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. ഇറ്റ് ബിക്കേം മോർ വൈഡ്ലി നോൺ ആസ് MRA. അങ്ങനെ അത് MRA എന്ന് മൊത്തത്തിൽ അറിയപ്പെട്ടു. ഇൻ ഇംഗ്ലണ്ട്, ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്സ് കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ആൻഡ് ഫോളോ ദ ഒറിജിനൽ ടെനൻസ് ഓഫ് ദ മൂവ്മെന്റ് മോർ ക്ലോസ്ലി ദാൻ ദ ഗ്രൂപ്പ്സ് ഡിസെൻഡഡ് ഫ്രം MRA. അപ്പം അതായത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ അംഗങ്ങൾ വീണ്ടും ഈ ഇവരുടെ ഒറിജിനൽ ആയിട്ട് വന്ന എല്ലാവിധ ആശയങ്ങളും മുന്നോട്ട് കൊണ്ടുപോയി. 2001 ആയപ്പോഴത്തേക്കും ഈ MRA എന്ന് പറയുന്ന ഇത് വീണ്ടും പേര് മാറ്റി ഇനിഷ്യേറ്റീവ് ഓഫ് ചേഞ്ച്, മാറ്റത്തിന് ഇനിഷ്യേറ്റീവ് എടുക്കുക അല്ലെങ്കിൽ മാറ്റത്തിന് തയ്യാറാവുക എന്നുള്ള പേരിൽ ഇനിഷ്യേറ്റീവ് ഓഫ് ചേഞ്ച് എന്ന പേര് മാറ്റി. അവരുടെ പൊതുവായിട്ടുള്ള 4 മോറൽ സ്റ്റാൻഡേർഡ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതാണ്. അബ്സല്യൂട്ട്ലി ഹോണസ്റ്റി, അബ്സല്യൂട്ട്ലി പ്യൂരിറ്റി, അബ്സല്യൂട്ട് അൺസെൽഫിഷ്നെസ്, അബ്സല്യൂട്ട് ലവ്. അതാണ് അവരുടെ 4 സ്റ്റാൻഡേർഡ്. അതായത് പൂർണ്ണമായ സത്യസന്ധത, പൂർണ്ണമായ പരിശുദ്ധി, പൂർണ്ണമായ സ്വാർത്ഥതയില്ലായ്മ, പൂർണ്ണമായ സ്നേഹം. അടുത്ത ഇത് പിന്നീട് അത് അവരുടെ ഒരു 5 C's ആണ്. C എന്നാണ് അവർ വിളിക്കുക. 5 C's, 5 C's. അത് ഫ്രാങ്ക് ബുച്ച്മൻ 1919 എഴുതിയതാണ്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം കോൺഫിഡൻസ് ആണ്. അതായത് ദൃഢവിശ്വാസം, ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റാപ്പോർട്ട് വിത്ത് ദ പേഴ്സൺ ടു ബി ചേഞ്ച്ഡ്. അതായത് ഒരു മനുഷ്യൻ ദൃഢവിശ്വാസത്തോടു കൂടി മാറാൻ തയ്യാറാവുന്നു. അടുത്തത് അവരുടെ 5 C'യിൽ ഒരെണ്ണം കൺഫെഷൻ ആണ്. അഡ്മിഷൻ ഓഫ് സിൻസ് ടു ഗോഡ് ആൻഡ് ടു അനദർ പേഴ്സൺ. അതായത് ദൈവത്തിന്റെ മുമ്പിലും മറ്റൊരു വ്യക്തിയുടെ മുമ്പിലും ഈ കൺഫെക്ഷൻ, കുറ്റസമ്മതം നടത്തുക എന്നുള്ള ഒരു C. അടുത്ത C കൺവിക്ഷൻ ആണ്. അതായത് ബിക്കം അവെയർ ഓഫ് വൺ സിൻഫുൾനെസ്. അതായത് സമ്മതിക്കുക അല്ലെങ്കിൽ തൻ്റെതായ അപരാധങ്ങൾ നിർണ്ണയിക്കുക, തനിക്കുള്ള ശിക്ഷാവധി നിർണ്ണയിക്കുക, അങ്ങനെയൊക്കെയുള്ളതാണ് കൺവിക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ ചേരുക എന്ന് പറഞ്ഞാൽ അപരാധ നിർണ്ണയം എന്നാണ്. അപ്പൊ നമ്മുടെ പാപങ്ങളുടെ നിർണ്ണയത്തിനാണ് അവരത്, അല്ലെങ്കിൽ തെറ്റുകളുടെ നിർണ്ണയത്തിനാണ് കൺവിക്ഷൻസ് എന്ന് ഉപയോഗിക്കുക. അടുത്ത ഒരു C ഉണ്ട്, അത് കണ്ടിന്യൂവൻസ് ആണ്. അതായത് നിരന്തരം ഈ പരിപാടി നിരന്തരം ചെയ്യണം. ഇടപെടായ്മ വേണം. എന്ന് വെച്ചാൽ ഇടതടവില്ലാതെ ചെയ്യണം. അതിനൊരു നിലപാടെന്ന് പറയാം, അല്ലെങ്കിൽ തുടർന്ന് പ്രവർത്തിക്കുന്ന, നീട്ടിക്കൊണ്ടു പോകുന്ന എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഈ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. തുടർന്ന് പ്രവർത്തിക്കുക, എവിടെയും നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, ഇടയ്ക്ക് ബ്രേക്ക് ഇല്ല, റിട്ടയർമെന്റ് ഇല്ല, പെൻഷൻ ഇല്ല. ഈ പ്രോഗ്രാം ജീവിതാന്ത്യം വരെ തുടർന്നുകൊണ്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ 5 C's ഒക്കെ ഇനി മുന്നോട്ട് പോകുമ്പോൾ കേൾക്കാൻ സാധ്യതയുണ്ട്. ആ എയുടെ ഉള്ളില് എന്താണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ 5 അബ്സല്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് പറയാൻ കഴിയണം, അല്ലെങ്കിൽ ഓർക്കാൻ കഴിയണം. പിന്നെ ഈ പറയുന്ന അടുത്തത് എന്താണ്, 5 അബ്സല്യൂട്ടും പിന്നെ 5 C'സും അത് നമ്മൾ പറഞ്ഞു. അടുത്തത് സറണ്ടർ. അപ്പം സറണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫ് അവർ ലൈഫ് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഇൻ ടു ഗോഡ്സ് കീപ്പിംഗ് ആൻഡ് ഡയറക്ഷൻ. അതായത് അവനവന്റെ ജീവിതം ദൈവത്തിന്റെ കൈകളിൽ തിരിച്ചുവിടുന്നു, അല്ലേ? ഗോഡ്സ് കീപ്പിംഗ് ആൻഡ് ഡയറക്ഷൻ, അതായത് ദൈവത്തിന്റെ സംരക്ഷണത്തിനും നിയന്ത്രണത്തിലും തിരിച്ചുവിടുന്നു. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നിർദ്ദേശങ്ങൾക്കുമായിട്ട്. ലൈഫ് ഏതൊക്കെയാണ്? പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. ഇന്നലകൾ, ഇന്ന്, നാളെകൾ, അല്ലെങ്കിൽ ഭൂതം, ഭാവി, വർത്തമാനം, അല്ലെ? അങ്ങനെയല്ലേ പറയാം, ഭൂതം, ഭാവി, വർത്തമാനം. ഈ മൂന്നും ദൈവത്തിന്റെ ഇതിലേക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് അവരുടെ മറ്റൊരു ആശയം. അപ്പൊ ഷെയറിങ്, ഷെയറിങ് ഓഫ് അവർ സിൻസ് ആൻഡ് ടെംപ്റ്റേഷൻസ് വിത്ത് അനദർ ക്രിസ്ത്യൻ ആൻഡ് ടു യൂസ് ഷെയറിങ് ആസ് വിറ്റ്നസ് ടു ഹെൽപ്പ് അതേഴ്സ്. സ്റ്റിൽ നമുക്കറിയാം, നമ്മളിവിടെ ഷെയറിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ വിശ്വാസം എന്ന് വെച്ചാൽ പാപങ്ങൾ ഏറ്റുപറയുക, എന്തെങ്കിലും പ്രലോഭനങ്ങൾ വരുമ്പോൾ അതെല്ലാം ഏറ്റുപറയുക. മറ്റൊരു നമുക്കറിയാം, അതൊരു ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ആയതുകൊണ്ടാണ് അവിടെ ക്രിസ്ത്യൻ എന്ന് ചേർത്തേക്കണേ. അത് നമ്മൾ ഗവനിക്കേണ്ട കാര്യമില്ല. അവരുടെ എന്തൊക്കെയാണ് നല്ലത്, അവരുടെ പ്രയോജനപ്രദമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ ഷെയറിങ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആൻഡ് യൂസ് ഷെയറിങ് ആസ് വിറ്റ്നസ് ടു ഹെൽപ്പ് അതേഴ്സ്. ആൻഡ് ടു യൂസ് ഷെയറിങ് ആസ് വിറ്റ്നസ് ടു ഹെൽപ്പ് അതേഴ്സ്. അതായത് ഒരു ഷെയറിങ്ങിനെ, സാക്ഷ്യങ്ങളെ, അനുഭവങ്ങൾ ഒരു സാക്ഷ്യമായി മറ്റുള്ളവരെ സഹായിക്കാനായി പറയുക.
സ്റ്റിൽ അൺചേഞ്ച്. ഇപ്പോഴും നമ്മൾ അത് ചെയ്യുന്നുണ്ട്. ടു റെക്കഗ്നൈസ് ആൻഡ് അക്നോളജ് ദെയർ സിൻസ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണേ? ഒരാൾ പാപം തുറന്നു പറയുമ്പോൾ അത് തിരിച്ചറിയപ്പെടാനും മനസ്സിലാക്കാനും അയാൾക്ക് സാധിക്കുന്നുള്ളതാണ്. പിന്നെ ഇതുള്ളതാണ് റെസ്റ്റിറ്റ്യൂഷൻ. റെസ്റ്റിറ്റ്യൂഷൻ ടു ഓൾ ഹൂം വി ഹാവ് wronged ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. അതായത് രമ്യതയിൽ ഏർപ്പെടുക. റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രമ്യതയിൽ ഏർപ്പെടുക. അതായത് നമ്മൾ തെറ്റ് ചെയ്തവരോട് നേരിട്ടോ അല്ലാതെയോ തെറ്റ് സമ്മതിക്കുക. അടുത്തത് കണ്ടിന്യൂവൻസ്. അത് ലിസണിങ്, അക്സെപ്റ്റിംഗ് ആൻഡ് റിലൈങ് ഓൺ ഗോഡ്സ് ഗൈഡൻസ്. അതായത് കണ്ടിന്യൂവൻസ് ഞാൻ ആദ്യം പറഞ്ഞു. അതായത് തുടർച്ച, നിരന്തരം ഈ തുടർന്ന് ജീവിതാവസാനം വരെ തുടർന്നുകൊണ്ടിരിക്കുക. അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ലിസണിങ്, കേൾക്കുക, അക്സെപ്റ്റിംഗ്, സ്വീകരിക്കുക, ആൻഡ് റിലൈങ് ഓൺ ഗോഡ്സ് ഗൈഡൻസ്, ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾക്കായി ചേർന്ന് നിൽക്കുക, ആൻഡ് ക്യാരിങ് ഇറ്റ് ഔട്ട് ഇൻ എവരിതിങ് വി ഡു ആൻഡ് സേ, ഗ്രേറ്റ് ഓർ സ്മോൾ. അതായത് ഈ തത്വങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഈ തത്വങ്ങൾ എല്ലാ വ്യവഹാരങ്ങളും പാലിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ പറയുക മാത്രമല്ല ചെയ്യുകയും ചെയ്യുന്നു. ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളായാലും അത് നമ്മൾ തുടർന്ന് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കാൾജങ് ഓൺ ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. കാൾജങ് എന്താണ് പറയുന്നത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനെ വെച്ചാൽ, my attitude to this matters is that as long as such a patient is really a member of a church, he ought to be serious. അതായത് ഒരു ചർച്ചിലോ ഏതെങ്കിലും ഒരു പള്ളിയിലൊക്കെ മെമ്പർ ആകുമ്പോൾ അതൊക്കെ ഇച്ചിരി കൂടി ഗൗരവമായിട്ട് എടുക്കണം. ഹി ought to be really and sincerely a member of that church. അവന് അത് ആ ചർച്ചുമായിട്ട് ചേർന്ന് നിൽക്കണമെങ്കിൽ ഗൗരവമായിട്ട് എടുക്കണം. ആൻഡ് ബി ഷുഡ് നോട്ട് ഗോ ടു എ ഡോക്ടർ ടു ഗെറ്റ് ദിസ് കോൺഫ്ലിക്ട്സ് സെറ്റിൽഡ് വെൻ ഹി ബിലീവ്സ് ദാറ്റ് ഹി ഷുഡ് ഡു വിത്ത് ഗോഡ്. അപ്പൊ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾക്ക് ഡോക്ടറെ അടുത്ത് പോകേണ്ട കാര്യമില്ല, അവിടെ തന്നെ നിന്ന് ചെയ്യണം എന്നുള്ളതാണ് കാൾജങ് എന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ പറയുന്നത്. For instance, when a member of the Oxford group comes to me in order to get a treatment, അതായത് ഇപ്പോ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പോകുന്ന ഒരു മെമ്പർ എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വന്നാൽ, ഐ സേ യു ആർ ഇൻ ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് സോ ലോങ് ആസ് യു ആർ ദെയർ. അപ്പൊ നിങ്ങൾ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലാണ്, അതുകൊണ്ട് നീ അവിടെ തന്നെ തുടർച്ചയായി പോവുക. യു സെറ്റിൽ യുവർ അഫയർ വിത്ത് ദ ഓക്സ്ഫോർഡ്. നീ അവരുമായിട്ടുള്ള ബന്ധം തുടർന്ന് ഐ കാൺ ഡു ഇറ്റ് ബെറ്റർ ദാൻ ദം. അതായത് അവരെക്കാളും നന്നായിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇതൊരു സയൻസ് ആണ് പുള്ളി പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അവിടെ പോയി എല്ലാ പാവങ്ങളും ധാർമ്മികതയൊക്കെ ഏറ്റു പറയുമ്പോൾ, തെറ്റുകളും കുറ്റങ്ങളും പാവങ്ങളും ഒക്കെ ഏറ്റു പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ആത്മീയ വിശ്വാസം ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് അവിടെ പറയാം. അടുത്തത് റെയ്നോൾഡ് നെയ്ബർ. നമുക്കറിയാം നമ്മുടെ സെറനറ്റി പ്രയർ എഴുതിയത് റെയ്നോൾഡ് നെയ്ബർ ആണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. റെയ്നോൾഡ് നെയ്ബർ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനെ പറ്റി പറയുന്നത്, ബുച്ച്മൻസിന്റെ ചില തത്വശാസ്ത്രങ്ങളെയൊക്കെ അയാൾ വിമർശിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതൊരു ഭയങ്കര സാമ്പത്തികമായിട്ട് പണം നേടിയെടുക്കുന്ന പവർഫുൾ ആയിട്ടുള്ള എന്ന് വെച്ചാല് ഇവരെല്ലാവരും സമൂഹത്തിലെ കൗൺസിലേഴ്സിനെയും അല്ലെങ്കിൽ ഗവൺമെന്റ് ഒഫീഷ്യൽസിനെയും നടന്മാരെയും സിനിമാ നടിമാരെയും ഒക്കെ ഇവര് ഈ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അഡോൾഫ് ഹിറ്റ്ലറെ പോലും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചതായിട്ടൊക്കെ ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ അത്തരം വലിയ ഫേമസ് ആകാൻ വേണ്ടി എന്ത് കാര്യങ്ങളും ആ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ആ കാലത്ത് ഇത്. അതുകൊണ്ടാണ് റെയ്നോൾഡ് നെയ്ബർ അതിനെ വിമർശിക്കാൻ കാരണം. The idea is that if the men of power can be converted, God will be able to control a large area of human life. അതായത് ഒരു മനുഷ്യൻ മാറണമെന്ന് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ മനുഷ്യന്റെ മാറണമെന്ന് ചിന്തിച്ചാൽ ദൈവത്തിന് അവന്റെ ജീവിതത്തിൽ ഒരു വലിയ വിധത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും, അവനേക്കാളും അവന്റെ ശക്തിയെക്കാളും. ദാൻ ഇഫ് എ ലിറ്റിൽ മാൻ വെയർ കൺവേർട്ടഡ്. അപ്പൊ ആ ചെറിയ മനുഷ്യൻ മാറാൻ ശ്രമിച്ചാലും അവനേക്കാളും വലിയ രീതിയിൽ ദൈവത്തിന് അവന്റെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കും. ദിസ് ഈസ് ദ ലോജിക് which has filled the Butchmanities with a touching solicitude for the souls of such men as Henry Ford or Harvey Firestone. അതായത് നമുക്കറിയാം ഹാർവി ഫയർസ്റ്റോൺ എന്ന് പറഞ്ഞ ടയർ കമ്പനി അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഉണ്ട്. മറ്റു രാജ്യങ്ങളിലുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഈ ഫയർസ്റ്റോൺ കമ്പനിയുടെ ഉടമ ഹാർവി ഫയർസ്റ്റോണിന്റെ മകൻ ഹെൻറി ഹാർവി ഫയർസ്റ്റോണിന്റെ മകൻ ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ വന്ന് ആൽക്കഹോളിസത്തിൽ നിന്ന് മാറ്റപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഹെൻറി ഫോർഡും ദ ക്രിസ്ത്യൻ സെഞ്ചുറി 1936 ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ഓൺ ആൽക്കഹോളിസം ഇൻ അക്രോൺ.
1936 ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ആൽക്കോളിക്സ് അനോണിമസ് അക്രോണിലും ഒഹായോയിലും ആം, അഹ് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മെമ്പർ നെയ്മഡ് ജിം ന്യൂട്ടൺ. ജിം ന്യൂട്ടൺ ന്യൂ ദാറ്റ് വൺ ഓഫ് ഹാർവി ഫയർസ്റ്റോൺ സൺസ് റൂസൽ വാസ് എ സീരിയസ് ആൽക്കഹോളിക്. അതായത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ മെമ്പറായിരുന്ന ജിം ന്യൂട്ടന് അറിയാമായിരുന്നു, ഞാൻ ആദ്യം പറഞ്ഞ ഫയർസ്റ്റോൺ ടയർ കമ്പനിയുടെ ഉടമ ഹാർവിയുടെ മകൻ റൂസൽ ഒരു സീരിയസ് ആൽക്കഹോളിക് ആണെന്ന്. ഹി ടുക്ക് ഹിം ഫസ്റ്റ് ടു എ ഡ്രൈയിങ് ഔട്ട് ക്ലിനിക്ക്. അപ്പം റൂസലിന് ജിം ന്യൂട്ടൺ എന്ത് ചെയ്തു, ആദ്യമായിട്ട് ഒരു ഡ്രൈയിങ് ഔട്ട് ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ഡി അഡിക്ഷൻ സെന്റർ ഒന്നില്ല, ഇപ്പൊ ഏതെങ്കിലും ഒരു ആശുപത്രിയൊക്കെയായിട്ട് ബന്ധപ്പെട്ടുന്ന എന്തെങ്കിലും ഡ്രൈയിങ് ഔട്ട് ക്ലിനിക്ക് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അവിടെ പ്രവേശിപ്പിച്ചു. ആൻഡ് ദെൻ ഓൺ ടു ആൻ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് കോൺഫറൻസ് ഇൻ ഡെൻവർ. അതുകൂടാതെ അത് കഴിഞ്ഞതിന് ശേഷം, അപ്പൊ ചികിത്സ കഴിഞ്ഞതിന് ശേഷം ഡെൻവർ എന്ന് പറയുന്ന സ്ഥലത്ത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ ഒരു കോൺഫറൻസിൽ ഇയാളെ കൊണ്ടുപോകണം. ദ യങ് മാൻ ഗേവ് ഹിസ് ലൈഫ് ടു ഗോഡ്. അങ്ങനെ ഈ റൂസൽ എന്ന് പറയുന്ന ഫയർസ്റ്റോൺ കമ്പനിയുടെ ഉടമയായ ഹാർവിയുടെ മകൻ റൂസൽ ഇവിടെ വെച്ചിട്ട് ദൈവത്തിന് അവന്റെ ജീവിതം സമർപ്പിക്കണം. ആൻഡ് ദെയർ ആഫ്റ്റർ എൻജോയ്ഡ് എക്സ്റ്റെൻഡഡ് പീരിയഡ്സ് ഓഫ് സോബ്രൈറ്റി. അവിടെ നിന്നും അവൻ ദീർഘകാലം സുബോധാവസ്ഥയിലേക്ക് മുന്നോട്ട് പോയി. ദ ഫാമിലി ഡോക്ടർ കോൾഡ് ഇറ്റ് എ മെഡിക്കൽ മിറാക്കിൾ. ഇത് കേട്ട ഈ ഇവരുടെ ഫാമിലി ഡോക്ടർ, കുടുംബ ഡോക്ടർ അത്ഭുതത്തോടെ പറഞ്ഞു, ഇതൊരു വൈദ്യശാസ്ത്രത്തിലെ അത്ഭുതമാണ്. ഹാർവി ഫയർസ്റ്റോൺ സീനിയർ വാസ് സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഓൺ ജനുവരി 1933, അതായത് 1933 ജനുവരിയിലായപ്പോൾ ഈ ഹാർവി, അതായത് റൂസലിന്റെ അപ്പൻ ഫയർസ്റ്റോണിന്റെ ഉടമ, വളരെ അഭിമാനിതനായി. ഹി ഇൻവൈറ്റഡ് ബുച്ച്മൻ. അങ്ങനെ അദ്ദേഹത്തിന്റെ സന്തോഷം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഈ ബുച്ച്മനെ ടീമിനെയും ഏകദേശം 60 പേരെ ടു കണ്ടക്ട് എ 10-day campaign ഇൻ അക്രോൺ. അക്രോണിൽ ഒരു 10 ദിവസത്തേക്ക് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരു കാമ്പയിൻ സംഘടിപ്പിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. ദേ ലെഫ്റ്റ് ബിഹൈൻഡ് ദം എ സ്ട്രോങ് ഫങ്ഷനിങ് ഗ്രൂപ്പ് വിച്ച് മെറ്റ് ഈച്ച് വീക്ക് ഇൻ ദ ഹൗസ് ഓഫ് ടി ഹെൻറി വില്യംസ്, അമോങ്ങസ്റ്റ് ഹും വേർ അക്രോൺ സർജൻസ്. അതായത് ഇവിടെ ടി ഹെൻറി വില്യംസിന്റെ വീട്ടിൽ വെച്ചാണ് ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പുകൾ മീറ്റിംഗ് ചേർന്നിരുന്നത്. അവരെല്ലാവരും കൂടാതെ അക്രോൺ സർജനായിരുന്ന ബോബ് സ്മിത്തും ആൻഡ് ഹിസ് വൈഫ് ആനിയും ബോബ് വാസ് അവരും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു. ബോബ് വാസ് എ സീക്രട്ട് ഡ്രിങ്കർ. നമുക്കറിയാം, ഡോക്ടർ ബോബ് 2.5 വർഷത്തോളം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഡോക്ടർ ബോബിന് അവിടെ വെച്ചൊന്നും കുടി നിർത്താൻ കഴിഞ്ഞില്ല. അപ്പൊ അയാൾ ഒരു സീക്രട്ട് ഡ്രിങ്കർ ആയിരുന്നു. അപ്പൊ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പോകുന്നുണ്ടെങ്കിൽ പോലും അയാൾ ഒരു സീക്രട്ട് ഡ്രിങ്കർ ആയിരുന്നു എന്നാണ് പറയാം. അപ്പോ റോളണ്ട് ഹസാർഡ് claimed that it was Carl Jung who caused him to seek a spiritual solution to his alcoholism. അപ്പോ റോളണ്ട് ഹസാർഡ് പറയുന്നത്, കാൾ ജങ് എന്ന് പറയുന്ന അന്നത്തെ കാലത്തെ ഏറ്റവും പ്രശസ്തനായ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ശിഷ്യൻ കൂടിയായ കാൾ ജങ് ആണ് എനിക്ക് ഈ സ്പിരിച്വൽ സൊല്യൂഷൻ, അതായത് മദ്യാസക്തിയിലേക്ക് മാറി നിൽക്കുന്നതിനായിട്ടുള്ള ആത്മീയ പരിഹാരം വാഗ്ദാനം ചെയ്തെന്നാണ് പറയുന്നത്. വിച്ച് ലീഡ് ടു റോളണ്ട് ജോയിനിങ് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. അങ്ങനെ കാൾ ജങ്ങിന്റെ ശുപാർശയിലാണ് റോളണ്ട് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പോകുന്നത്. ഹി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഷെപ്പ് കോർണൽ ടു കോർണൽസ് ഫ്രണ്ട്സ് എബി താച്ചർ ഹു ഹാഡ് എ സീരിയസ് ഡ്രിങ്കിങ് പ്രോബ്ലം. റോളണ്ട് ഹസാർഡ് ഓക്സ്ഫോർഡ് പോയതിനു ശേഷം അവിടെ വെച്ച് പരിചയപ്പെട്ട ഷെപ്പ് കോർണലുമായിട്ട് കോർണലിന്റെ തന്നെ ഫ്രണ്ട് ആയിട്ടുള്ള എബി താച്ചറിനെ കാണാനായിട്ട്, എബി താച്ചർ ആ സമയത്ത് ഒരു സീരിയസ് ഡ്രിങ്കറാണ്, ജയിലിലാണ്, ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവുകയാണ്. ചില മൈക്കിൾ തുറക്കുമ്പോൾ ഒന്ന് ഓഫ് ചെയ്യണേ, അല്ലെങ്കിൽ എനിക്ക് ആ കോൺസെൻട്രേഷൻ പോകും. ഓക്കെ. അപ്പൊ അങ്ങനെ ഞാൻ എല്ലാവരെയും ഇതാക്കിയിട്ടുണ്ട്. മൈക്കൊന്ന് ഓഫ് ചെയ്യണം, ഉപകാരമാണ് എനിക്ക്. ഓക്കെ. അപ്പൊ എബി എവിടെയാണ്? എബി ജയിലിലാണ്. അപ്പൊ എബിനെ കാണാനായിട്ട് റോളണ്ട് ഹസാർഡ് ഈ ഷെപ്പ് കോർണൽ എന്ന് പറയുന്ന മറ്റൊരു ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മെമ്പറുമായിട്ട് പോവാണ്. ഹസാർഡ് ഇൻട്രൊഡ്യൂസ്ഡ് എബി ടു കാൾ ജങ്സ് തിയറി ആൻഡ് ദെൻ ടു ദി ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. റോളണ്ട് ഹസാർഡ് എന്താണ് ചെയ്തത്? കാൾ ജങ്ങിന്റെ തിയറി, അല്ലെങ്കിൽ കാൾ ജങ് തന്നോട് പറഞ്ഞ ഒരു ആത്മീയ പരിഹാരമുണ്ട് എന്ന് പറയുന്ന ആ ആശയം എബിക്കോട് പറയുകയും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനെ പറ്റി പറയുകയും ചെയ്തു. ഫോർ എ ടൈം എബി ടുക്ക് അപ്പ് റെസിഡൻസ് അറ്റ് സാം ഷുമാക്കർസ് കാൽവരി റെസ്ക്യൂ മിഷൻ. അങ്ങനെ എബി സാം ഷുമാക്കറിന്റെ കാൽവരി റെസ്ക്യൂ മിഷനിലേക്ക് ജോയിൻ ചെയ്യുകയാണ്.
Reverend Sam Schumacher ran the Calvary Rescue Mission that catered mainly to saving drunks and down and outs. ഇതേ സമയം സാം ഷുമാക്കർ, അദ്ദേഹം ഒരു ഫാദറാണ്, റവറൻഡ് സാം ഷുമാക്കർ കാൽവരി റെസ്ക്യൂ മിഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതായത് തന്റെ പള്ളിയോട് ചേർന്ന് കുടിയന്മാരായ ആളുകളെ താമസിപ്പിച്ചുകൊണ്ട് പൂട്ടി ഇടപ്പെട്ട അവസ്ഥയിൽ അവരെ കൊണ്ടിടുന്നതും പിന്നീട് അതിലൊരാള് സാം ഷുമാക്കറിനെതിരെ ചെരുപ്പ് വലിച്ചെറിയുന്നതും ഒക്കെ നമുക്ക് ഹംസ് ഓഫ് ഏജിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ വായിക്കാൻ കഴിയും. സാം ഷുമാക്കർ തോട്ട് ദ കൺസെപ്റ്റ് ഓഫ് ഗോഡ് ബീയിങ് ദാറ്റ് ഓഫ് വൺസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ടു ദി ന്യൂ ഇൻഡിക്റ്റീസ്. അതായത് സാം ഷുമാക്കറിന്റെ പഠനങ്ങൾ എങ്ങനെയായിരുന്നു വെച്ചാൽ, ദൈവത്തിന്റെ സങ്കല്പനും അവനവന്റെ അവനവൻ മനസ്സിലാക്കിയാൽ മാത്രമേ മുന്നോട്ട് പുതിയ ജീവിതത്തെ തെരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ. എബി താച്ചർ ഇൻ കീപ്പിംഗ് വിത്ത് ദി ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ടീച്ചിങ്. അപ്പൊ എബി താച്ചർ എങ്ങനെയാണ് എന്താ ചെയ്തത്, ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ പഠനങ്ങളെ സ്വീകരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തു. നീഡഡ് ടു കീപ് ഹിസ് ഓൺ കൺവേർഷൻ എക്സ്പീരിയൻസ് റിയൽ ബൈ ക്യാരിങ് ദ ഓക്സ്ഫോർഡ് മെസ്സേജ് ഓഫ് സാൽവേഷൻ ടു അതേഴ്സ്. അപ്പൊ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ മറ്റൊരു തിയറി എന്താണെന്ന് വെച്ചാല്, തങ്ങൾ മാറ്റമുണ്ടായി, തങ്ങൾക്ക് മാനസാന്തരം ഉണ്ടായെങ്കിൽ അത് തീർച്ചയായും മറ്റുള്ളവർക്ക് കൊടുക്കണം. ക്യാരിയിങ് ദ മെസ്സേജ്, ഓക്സ്ഫോർഡ് മെസ്സേജ് ഓഫ് സാൽവേഷൻ ടു അതേഴ്സ്, മറ്റുള്ളവർക്കുടെ മാറ്റത്തിനായി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ സുവിശേഷവൽക്കരണം എന്നുള്ള രീതിയിലാണ് അവിടെ ഉദ്ദേശിക്കുക. അപ്പോൾ എബി ഹാഡ് ഹിയർഡ് ദാറ്റ് ഹിസ് ഓൾഡ് ഡ്രിങ്കിങ് ബഡി ബിൽ വിൽസൺ. അങ്ങനെ എബി പഴയ തന്റെ ഡ്രിങ്കിങ് കുടിക്കൂട്ടുകാരനായ ബിൽ വിൽസനെ പറ്റി ഓർത്തു. വാസ് അഗെയിൻ ഡ്രിങ്കിങ് ഹെവിലി, ഇപ്പോഴും അയാൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. താച്ചർ ആൻഡ് കോർണൽ വിസിറ്റഡ് വിൽസൺ അറ്റ് ഹിസ് ഹോം. എബി താച്ചറും കോർണലും ബിൽ വിൽസനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ സന്ദർശിച്ചു. ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഹിം ടു ദി ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്സ് റിലീജിയസ് കൺവേർഷൻസ് ക്യൂർ. അതായത് മതപരമായിട്ടുള്ള മാറ്റത്തിന്റെ സുഖപ്പെടൽ പദ്ധതിയെ കുറിച്ച്, ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന സുഖപ്പെടൽ പദ്ധതിയെ കുറിച്ച് ഇവർ ബിൽ വിൽസനെ ബോധ്യപ്പെടുത്തി. വിൽസൺ വാസ് ആഗാസ്റ്റ് വെൻ താച്ചർ ടോൾഡ് ഹിം ഹി ഹാഡ് ഗോട്ട് റിലീജിയൻ. ആഗാസ്റ്റ് എന്ന് വെച്ചാൽ അത്ഭുതപരതന്ത്രനായി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. കാരണം അതുവരെ ബിൽ വിൽസൺ വിചാരിച്ചിരുന്നത് എബി താച്ചർ ജയിലിലാണ്, എബി താച്ചർ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എബി താച്ചറിന്റെ കുറെ അവർ ഒന്നിച്ച് പഠിച്ചവരായതുകൊണ്ട് പല വാർത്തകളും ഉണ്ട്. 2-3 പ്രാവശ്യം ജയിലിൽ പോയി, ഒരു കിച്ചണിലേക്ക് കാറിടിച്ച് കയറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ആകാശത്തേക്ക് വെടിവെച്ച്, പക്ഷീനെ വെടിവെച്ചിട്ട് തന്നെ നാട്ടുകാരെല്ലാം കൂടി പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം ഇവിടെ വന്നിട്ട് പറയാണ്, ഐ ഗോട്ട് റിലീജിയൻ, എനിക്ക് മതം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു അത്ഭുതം തോന്നി. A few days later, in a drunken state, Wilson went to the Calvary Rescue Mission in search of Abby Thatcher. അവിടെ വെച്ചിട്ട് ബിൽ വിൽസൺ വീണ്ടും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബിൽ വിൽസൺ അമിതമായി കുടിച്ച് കാൽവരി റെസ്ക്യൂ മിഷനിലേക്ക്, അതായത് വീണ്ടും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലേക്ക് എബി താച്ചറിനെ അന്വേഷിച്ചു പോവുകയാണ്. ഇറ്റ് വാസ് ദെയർ ദാറ്റ് ഹി അറ്റൻഡഡ് ഹിസ് ഫസ്റ്റ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മീറ്റിംഗ്. അങ്ങനെ ആ കുടിച്ച അവസ്ഥയിൽ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ എത്തിയ ആദ്യത്തെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മീറ്റിംഗിൽ അദ്ദേഹം അറ്റൻഡ് ചെയ്ത്. ആൻഡ് വുഡ് ലേറ്റർ described the experience. Penitents started marching forward to the rail. Unaccountably impelled, I started to soon. I knelt among the stinking penitents afterward. അപ്പൊ ഇത് നമ്മുടെ പേജ് 39 പറയുന്ന കുറെ കാര്യങ്ങളാണ് പറയാ. അദ്ദേഹം അവിടെ വേർത്ത പോലെ ഇരുന്നു. പലരും വേദിയിലേക്ക് സംസാരിക്കാനായിട്ട് കയറി. A couple of days later, he readmitted himself to Charles B. അപ്പൊ അവിടത്തെ അതിന് ശേഷം ഒരു കോള് വന്നേ. കേൾക്കാവോ? എനിക്കൊരു കോള് വന്നേ, വിളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ആൻസർ ചെയ്തില്ലെങ്കിൽ പിന്നെയും വിളിക്കും. അപ്പം അവിടെ നിന്ന് ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പില് പ്രസംഗം, അതായത് സാം ഷുമാക്കർ
ക്യാൻസർ രോഗത്തോട് മദ്യാസക്തി ഉപമിക്കുന്നുണ്ട്. അതായത് ക്യാൻസർ രോഗിയോട് കാണിക്കുന്ന കരുണ പോലും മദ്യാസക്തനോട് ആളുകൾ കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം കേട്ടതിന് ശേഷമാണ് എ കപ്പിൾ ഓഫ് ഡേയ്സ് ലേറ്റർ ഹി റീ അഡ്മിറ്റഡ് ഹിംസെൽഫ് ടു ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റൽ. അതായത് വീണ്ടും ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റലിൽ അദ്ദേഹം അഡ്മിറ്റ് ആയി. Wilson had been admitted to hospital 3 times earlier between 1933 and 1934. 1933 മുതൽ 1934 വരെ 3 പ്രാവശ്യമാണ് ബിൽ വിൽസൺ ഈ നമ്മുടെ ചാൾസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. ദിസ് വുഡ് ബി ഹിസ് 4th and ലാസ്റ്റ് സ്റ്റേ. ഇത് അദ്ദേഹത്തിന്റെ 4ാമത്തെയും അവസാനത്തെയും സ്റ്റേ ആണ്. Bill Wilson on the Oxford Group, early AA got its idea of self-examination. പേജ് നമ്പർ 39 കംസ് പേജിൽ പറയുന്നുണ്ട്, ഏർലി എ എ, ആദ്യകാലത്തെ എക്ക് ഗോട്ട് ഇറ്റ്സ് ഐഡിയ ഓഫ് സെൽഫ് എക്സാമിനേഷൻ, അതായത് സ്വയം പരിശോധന എന്ന് വെച്ചാൽ ധാർമ്മിക നിലവാരത്തെ പരിശോധിക്കുക. അക്നോളജ്മെന്റ് ഓഫ് ക്യാരക്ടർ ഡിഫക്ട്സ്, നമ്മുടെ ധാർമ്മിക നിലവാര സ്വഭാവ വൈകല്യങ്ങളെ മനസ്സിലാക്കുക. റെസ്റ്റിറ്റ്യൂഷൻ ഫോർ ഹാം ഡൺ, അതായത് നമ്മൾ ഉപദ്രവിച്ചവരോട് രമ്യതയിൽ ഏർപ്പെടുക. ആൻഡ് വർക്കിംഗ് വിത്ത് അതർ സ്ട്രേറ്റ് ഫ്രം ദി ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ആൻഡ് ഡയറക്ട്ലി ഫ്രം സാം ഷുമാക്കർ, അതായത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെയും മറ്റ് പുറത്തുള്ളവരോടും വർക്ക് ചെയ്യുക, അതായത് ഇവരുടെ സന്ദേശം എത്തിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ദർ ഫോർമർ ലീഡർ ഇൻ അമേരിക്ക ആൻഡ് ഫ്രം നോ വേർ എൽസ്. അപ്പോൾ സാം ഷുമാക്കറുടെ ആശയങ്ങളും അമേരിക്കയിലുള്ള സാം ഷുമാക്കറിന്റെ ആശയങ്ങളും തങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പേജ് നമ്പർ 39 ആൽക്കഹോളിക്സ് അനോണിമസ് കംസ് ഓഫ് പേജിൽ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് പേരോട് ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ പ്രത്യേകിച്ച് 1908 മുതൽ 1935 വരെ അക്രോണിലും ഒഹായോയിലും ന്യൂയോർക്കിലും ഒക്കെയുള്ള അംഗങ്ങള്, ഡോക്ടർ ബോബ് ആകട്ടെ, ബിൽ വിൽസൺ ആകട്ടെ, മറ്റ് പല അംഗങ്ങളും പങ്കെടുത്തിരുന്ന ഒരു പ്രോഗ്രാമാണ് ഈ പറയുന്ന ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. നമുക്ക് കുറെ പേരുടെ പേരുകളൊക്കെ അതിനകത്ത് ഇതിനകം മനസ്സിലാക്കി കാണും. ഫ്രാങ്ക് ബുച്ച്മൻ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ആദ്യകാല സ്ഥാപകനാണ്. ഫസ്റ്റ് സെഞ്ചുറി ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്നാണ് ആദ്യത്തെ പേര്. അത് അവസാനം MRA എന്ന് വരെ, ഇനിഷ്യേറ്റീവ് ഓഫ് ചേഞ്ച് എന്ന് വരെ ആ പേര് മാറ്റിയ ഫസ്റ്റ് സെഞ്ചുറി ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പായി. പിന്നീട് മോഡൽ റീ ആർമമെന്റ് എന്ന് പറയുന്ന MRA എന്നുള്ള പേര് കിട്ടി. പിന്നെ ഇനിഷ്യേറ്റീവ് ഓഫ് ചേഞ്ച് എന്ന പേര് കിട്ടി. അപ്പൊ 4 പ്രാവശ്യം പേര് മാറി. അപ്പം ഇപ്പോഴും നിലവിലും പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പൊ ഫ്രാങ്ക് ബുച്ച്മനെ പറ്റി മനസ്സിലായി. സാം ഷുമാക്കർ ഓക്സ്ഫോർഡ് ഗ്രൂപ്പുകാരനാണ്. റോളണ്ട് ഹസാർ ഓക്സ്ഫോർഡ് ഗ്രൂപ്പാണ്. ജിം ന്യൂട്ടൺ എന്ന് പറയുന്ന ആള് ഓക്സ്ഫോർഡ്. എലനോർ ഫ്രെഡ്, എബി താച്ചർ, ഷെപ്പേർഡ് കോർണൽ, ഹെൻറിറ്റ സെബർലിംഗ്, ഇവരെല്ലാം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് നമ്മളെ സഹായിച്ചിട്ടുള്ള ആളുകളാണ്. പിന്നെ ഒരാളാണ് റവറൻ വാൾട്ടർ ടങ്സ്. നമ്മൾ ഓർക്കുന്നുണ്ടാവും റവറൻ വാൾട്ടർ ടങ്സ് ആരാണ്? അതായത് ബിൽ വിൽസൺ തന്റെ ബിസിനസ് ആവശ്യത്തിനായിട്ട് അക്രോണിൽ പോകുമ്പോൾ ബിസിനസ് പരാജയപ്പെട്ടു, അതായത് അവരുടെ ഡീലിംഗ് പരാജയപ്പെട്ടു, ഒരു വോട്ടെടുപ്പിലൂടെ പരാജയപ്പെട്ടു. അതൊക്കെ പിന്നീട് പറയാൻ പറ്റും. അപ്പൊ അവിടെ വെച്ച് നിരാശനായ ബിൽ വിൽസൺ ഒരു മേഫ്ലവർ ഹോട്ടലിൽ താമസിക്കുമ്പോൾ കുടിക്കാനായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ കുടിക്കാനായിട്ട് തോന്നുമ്പോൾ അവിടെ ഇരിക്കുന്ന ചർച്ച് ഡയറക്ടറി കാണുകയും, നമ്മുടെ ബുക്കിൽ വിവരിക്കുന്ന ഒരു ഭാഗമാണ്, ചർച്ച് ഡയറക്ടറി കാണുകയും അവിടെ നിന്ന് ഫോൺ വിളിക്കുമ്പോൾ 10 പേരെ ഫോൺ വിളിക്കും. അന്നേരം ഈ അച്ഛന്റെ പേര് വാൾട്ടർ ടങ്സ് എന്നാണ്. അപ്പൊ ഈ വാൾട്ടർ ടങ്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ വേർമൗണ്ട് എന്ന് പറയുന്ന ബിൽ വിൽസന്റെ നാട്ടില് തമാശക്ക് വിളിക്കുന്ന എന്തോ പേരാണ്. അപ്പൊ ഇദ്ദേഹം റവറൻ വാൾട്ടർ ടങ്സിന് വിളിക്കുകയും അങ്ങനെയാണ് ഹെൻറിറ്റ സെബർലിങ്ങിന്റെ നമ്പർ കിട്ടുന്നു. പിന്നെ അവിടെ നിന്ന് ഡോക്ടർ ബോബിനെ പിറ്റേ ദിവസം കാണാമെന്നുള്ള രീതിയിൽ വൈകിട്ട് 5:30 സംസാരിച്ചു തുടങ്ങിയവര് 15 മിനിറ്റാണ് ഡോക്ടർ ആദ്യം അനുവദിച്ചത്. പക്ഷെ 5:30 മുതൽ രാത്രി 11:30 വരെ തുടർച്ചയായി 5 മണിക്കൂറോളം സംസാരിച്ചു എന്നാണ് പറയാ. അപ്പൊ നമ്മള് സന്ദർഭവശാൽ ആ കാര്യം ഓർത്ത. പിന്നെ നോർമൻ ഷെപ്പേർഡ്, റൂസൽ ഫയർസ്റ്റോൺ, അതായത് ഫയർസ്റ്റോൺ ടയറിന്റെ ഉടമയുടെ മകന്റെ പേരാണ് റൂസൽ. ടി ഹെൻറി ആൻഡ് ക്ലാരൻസ് വില്യംസ്, ഇവരെല്ലാം ടി ഹെൻറി എന്ന് പറഞ്ഞ ടി ഹെൻറിയുടെയും ക്ലാരൻസ് വില്യംസിന്റെയും വീടുകളിലാണ് അന്ന് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് നടന്നിരുന്നത്. ഇവരെല്ലാം ഡോക്ടർ ബോബും ബിൽ വിൽസണും ഒക്കെ ആ മീറ്റിംഗിൽ ആദ്യകാലങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. All of these people were instrumental in a scenario that contributed to making possible that historic meeting at the gatehouse of the Seberling estate in Akron. അതായത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ രൂപീകരണത്തിന് കാരണമായ
നമുക്കറിയാം ഹെൻറിറ്റ സെബർലിങ്ങിന്റെ വീട്ടിലെ ഗേറ്റ് ഹൗസിലെ ലൈബ്രറിയിൽ വെച്ചിട്ടാണ് ഡോക്ടർ ബോബും ഇവർ സംസാരിക്കുന്നത്. അതിന് കാരണക്കാരായവരാണ് ഇവരെല്ലാവരും എന്നാണ് പറയാ. അപ്പൊ ആൽക്കഹോളിക്സ് അനോണിമസ് അതായത് ദ ബർത്ത് പ്ലേസ് ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്നത് അക്രോണാണ്. ആ അക്രോണില് ഈ ഒരു ബേബി ആയിട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് പടർന്നു വീഴാനുള്ള കാരണക്കാർ ഇവരെല്ലാവരുമാണ് എന്നാണ് അവിടെ പറയാ. ഇഫ് ഇറ്റ് വെയർ നോട്ട് ഫോർ ദോസ് പീപ്പിൾ ദാറ്റ് മീറ്റിംഗ് കുഡ് നെവർ ഹാവ് ടേക്കൻ പ്ലേസ്. ഇവരാരും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത്തരം ഒരു മീറ്റിംഗ് അക്രോണിൽ സംഭവിക്കില്ലായിരുന്നു. ആൻഡ് ദ ഫെലോഷിപ്പ് ടു വിച്ച് വി ഓൾ our lives today might ever have been born. അതായത് നമ്മുടെ ജീവിതം തിരിച്ചു പിടിച്ച ഈ ഒരു കൂട്ടായ്മയും ഉണ്ടാകുമായിരുന്നില്ല. Where did the step originate? ഇപ്പൊ ബില്ല് പറയുന്നുണ്ട് പേജ് നമ്പർ 39 കംസ പേജ്, ഈ സെൽഫ് നോളജ് എന്നും സെൽഫ് എക്സാമിനേഷൻ എന്നും ക്യാരക്ടർ ഡിഫക്ട്സ് എന്നും ഹാം ഡം ചെയ്ത് അവരോട് രമ്യതയിൽപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അവരിൽ നിന്ന് കിട്ടിയതാണ്. ഫ്രാങ്ക് ബുച്ച്മാനിൽ നിന്നാണ് നമ്മുടെ ചരിത്രം ശരിക്കും ആരംഭിക്കുന്നത്. പിന്നീട് അത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ എത്തിച്ചേർന്നു. ഡോക്ടർ ബോബിനും ബിൽ വിൽസണും വർഷങ്ങളോളം അവിടെ പോയിരുന്ന ആൾക്കാര് വീണ്ടും നമ്മുടെ രൂപീകരണത്തിനായി എയുടെ രൂപീകരണത്തിനായി ഒരുപാട് എഫേർട്ട് എടുത്തു. പ്രത്യേകിച്ച് ആദ്യകാലങ്ങളിൽ വളരെയധികം എതിർപ്പുണ്ടായിരുന്ന അവർക്ക് പ്രത്യേകിച്ച് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ ആളുകളോട് ഈ മീറ്റിങ്ങിന് പോകരുതെന്നും പ്രത്യേകിച്ച് ചർച്ചുകളിൽ ഒക്കെ വളരെയധികം പ്രതിസന്ധി നേരിട്ടിട്ടും നമ്മുടെ ഒരു രൂപീകരണത്തിന് അവര് തയ്യാറായി എന്നുള്ളതാണ്. അപ്പം ഈ ഫ്രാങ്ക് ബുച്ച്മാൻ 1908 ഒരു മാറ്റത്തിന് തയ്യാറാകുന്നത്. നമ്മൾ 1908 YMCA ഒരു സെക്രട്ടറിയായി ഫ്രാങ്ക് ബുച്ച്മാൻ ഹാഡ് എ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ചേഞ്ച് ഹിസ് ലൈഫ്. അദ്ദേഹത്തിന് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൺ ഗ്രാജുവേറ്റിംഗ് ഇൻ ജൂൺ ഓഫ് ദാറ്റ് ഇയർ ഹി സ്റ്റാർട്ടഡ് എ സ്ട്രീറ്റ് സൈഡ് ചർച്ച് ഇൻ ഫിലഡൽഫിയ. അപ്പം ചർച്ച് ഓഫ് ഗോഡ് ഷെപ്പേർഡ് എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ ഗ്രാജുവേഷന് ശേഷം അദ്ദേഹം ചർച്ച് ആരംഭിക്കും വിത്ത് എ ഡൊണേഷൻ ഓഫ് $17. $17 ഡൊണേഷനോട് കൂടിയാണ് ആ ചർച്ച് ആരംഭിക്കുന്നത്. ദ ചർച്ച് ഫ്ലറിഷ്ഡ് ആൻഡ് ഹി സ്റ്റാർട്ടഡ് എ hospice for young men and spread out to their cities, and then he started a settlement house project. അതായത് ഈ കുട്ടികളെ പാർപ്പിക്കുന്ന ചെറിയൊരു സെറ്റിൽമെന്റ് പ്രോജക്റ്റ് പുള്ളി ആരംഭിച്ചു. ഫ്രാങ്ക് ഹാഡ് എ വയലന്റ് ആർഗ്യുമെന്റ് വിത്ത് ഹിസ് ട്രസ്റ്റീസ് കമ്മിറ്റീസ് ബിക്കോസ് ദേ കട്ട് ദ ബഡ്ജറ്റ് ആൻഡ് ദ ഫുഡ് അലോട്ട്മെന്റ്. അതായത് നമ്മുടെ നാട്ടിലേക്കുള്ള വല്ല ബോയ്സ് ഹോം എന്നൊക്കെ പറയും, ബോയ്സ് ഹോസ്റ്റൽ, ബോയ്സ് ഹോം എന്ന് പറയുന്ന പോലെ അവര് അങ്ങനെ നടത്തിയ ഒരു ഹോസ്റ്റലില് ഫുഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പണം ലാഭിക്കണമെന്നും ട്രസ്റ്റിമാരുണ്ടായിട്ടുള്ള ഒരു ആർഗ്യുമെന്റിൽ ഇവർ അദ്ദേഹത്തിനോട് വളരെയധികം ദേഷ്യപ്പെടുകയും അവരോട് ട്രസ്റ്റിമാരോട് വളരെയധികം ദേഷ്യപ്പെടുകയും അങ്ങനെ നിന്നും അദ്ദേഹം ഹി റിസൈൻഡ് ആൻഡ് വെന്റ് ടു യൂറോപ്പ്. ഈ ഒരു കാരണത്താൽ അദ്ദേഹം അവിടെ നിന്ന് രാജിവെച്ച് യൂറോപ്പിലേക്ക് പോവുകയാണ്. എൻഡിങ് അപ്പ് അറ്റ് ലാർജ് റിലീജിയസ് കൺവെൻഷൻ ഇൻ കെസ്വിക്, ഇംഗ്ലണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഈ ഫ്രാങ്ക് ബുച്ച്മാൻ മാനസാന്തരത്തിലേക്ക് വന്നതെന്നാണ്. അപ്പൊ ഈ ഒരു ഹോസ്റ്റലില് ഈ ഒരു പ്രശ്നം കൊണ്ട് നീരസം കൊണ്ട ഫ്രാങ്ക് ബുച്ച്മാൻ ഇവരോട് വഴക്കിടുകയും അവിടെ നിന്ന് ഇംഗ്ലണ്ടിലെ യൂറോപ്പിലേക്ക് പോവുകയും ചെയ്തു. അവിടെ വെച്ചിട്ട് ഒരു വലിയ റിലീജിയസ് കൺവെൻഷനിൽ കെസ്വിക് ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് പങ്കെടുക്കണം. ആ പങ്കെടുക്കലിൽ വെച്ചിട്ട് ദ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ഒക്കോർഡ് വെൻ ഹി ഹാഡ് എ വുമൺ സ്പീക്കർ ടോക്ക് സിംപ്ലി അബൌട്ട് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. അപ്പൊ അവിടെ വെച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ ജീസസിനെ കുറിച്ച്, ക്രോസ് ഓഫ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് കേട്ട് അദ്ദേഹം മാനസാന്തരപ്പെടുകയാണ്. ഹി ഫെൽറ്റ് ദാറ്റ് സം സെപ്പറേറ്റിംഗ് ഹിം ഫ്രം ക്രൈസ്റ്റ് ആൻഡ് എ ഫീലിംഗ് ഓഫ് എ വിൽ ടു സറണ്ടർ. അതായത് ഈ നീരസമാണ് ദൈവത്തിൽ നിന്നും തന്നെ അകറ്റിയതെന്നും നീരസം മാറ്റി വെച്ചുകൊണ്ട് ഞാൻ സറണ്ടർ ചെയ്യേണ്ടതെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും അങ്ങനെ ഹി വെന്റ് ബാക്ക് ടു ഹിസ് ആൻഡ് റോട്ട് ദിസ് വേർഡ്സ് ടു ഈച്ച് ഓഫ് ഹിസ് 6 ട്രസ്റ്റീസ് ഇൻ ഫിലാഡൽഫിയ. അപ്പൊ ഫിലാഡൽഫിയയിലുള്ള തന്റെ 6 ട്രസ്റ്റിമാർക്ക് അദ്ദേഹം കത്തെഴുതുകയാണ്. ആ കത്തില് ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്: മൈ ഡിയർ ഫ്രണ്ട്, ഐ ഹാവ് എ നേഴ്സ്റ്റിൽ ഫീലിംഗ് അഗെയിൻസ്റ്റ് യു. എനിക്ക് നിങ്ങൾക്കെതിരെ വളരെയധികം വൈകാരികമായ പ്രശ്നങ്ങൾ ഉണ്ടായി. ഐ ആം സോറി, വിൽ യു ഫോർഗിവ് മീ? സിൻസിയർലി ഫ്രാങ്ക്. അങ്ങനെ ഐ ആം സോറി, എന്നോട് ക്ഷമിക്കണം,
വിൽ യു ഫോർഗീവ് മീ, നിങ്ങൾ എന്നോട് ക്ഷമിക്കുമോ? സിൻസിയർലി ഫ്രാങ്ക്. ഈ ഒരു നാല് രണ്ടോ മൂന്ന് സെന്റൻസ് വെച്ചിട്ട് ഒരു കത്ത് എഴുതുവാണ്. ആർക്ക്? ഫിലാഡൽഫിയയിലുള്ള 6 ട്രസ്റ്റിമാർക്ക്. നമ്മൾ നമ്മുടെ രമ്യതയുടെ 8-ാം പടി 9-ാം പടി എത്തുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ രമ്യതയിൽ ഏർപ്പെടണം എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം ഒരു കത്ത് എഴുതുകയാണ്. ഫീലിംഗ് urged to share this experience, he went to nearby Oxford University and formed an evangelical group there among the student leaders and athletes. അതായത് ഈ ഇവിടെ നിന്ന് ഈ നീരസം വിട്ടുമാറിയപ്പോൾ അദ്ദേഹത്തിന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയും അദ്ദേഹം ഈ അനുഭവങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇംഗ്ലണ്ടിലുള്ള ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോവുകയും അവിടെ ഒരു സുവിശേഷ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അവിടുത്തെ കുട്ടികളെയും അത്ലറ്റുകളായിട്ടുള്ള സ്പോർട്സ് താരങ്ങളായിട്ടുള്ള കുട്ടികളെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു. Later the movement spread and groups formed over the next 20 years in England. അങ്ങനെ അടുത്ത 20 വർഷങ്ങളിൽ ഈ ഗ്രൂപ്പ് പലയിടങ്ങളിൽ പൊട്ടിമുളയ്ക്കുകയും അത് സ്പ്രെഡ് ആവുകയും ചെയ്തു. അത് ഇംഗ്ലണ്ടിൽ മാത്രമല്ല, സ്കോട്ട്ലൻഡില്, പോളണ്ടില്, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ചൈന, ഈജിപ്റ്റ്, സ്വിറ്റ്സർലൻഡ് ആൻഡ് സൗത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലും. നോർത്ത് അമേരിക്ക എന്ന് പറഞ്ഞാൽ കാനഡയാണ്. സൗത്ത് അമേരിക്കയിലും കൂടി അത് സ്പ്രെഡായി. മെനി ഓഫ് ദ ബേസിക് തിങ്സ് ദേ ഡിഡ് ഹാവ് ക്യാരിഡ് ഡയറക്ട്ലി ഇൻ ടു അവർ പ്രോഗ്രാം. അങ്ങനെ ഈ പ്രോഗ്രാമാണ് അവര് നേരെ എല്ലാവരും ബേസിക് തിങ്സ്, ഈ പറയുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവരിത് ക്യാരിഡ് ഓവർ എല്ലായിടത്തും വ്യാപിപ്പിച്ചു. ദേ പ്രാക്ടീസ് അബ്സല്യൂട്ട് സറണ്ടർ, പൂർണ്ണമായിട്ടുള്ള കീഴടങ്ങൽ, ഗൈഡൻസ് ബൈ ദ സ്പിരിറ്റ്, ആത്മാവിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കല്, ഷെയറിങ്, ബ്രിങ്ങിങ് അബൌട്ട് ട്രൂ ഫെലോഷിപ്പ്. അപ്പൊ ഒരു കൂട്ടായ്മയില് സാക്ഷ്യം പറയുന്നത് ആ ഫെലോഷിപ്പിന്റെ ഒരു കൂട്ടായ്മയെ യോജിപ്പിക്കുന്ന രീതിയിലാണ്. ലൈഫ് ചേഞ്ചിങ്, ജീവിതത്തെ മാറ്റി വെക്കുന്നത്. ഫെയ്ത്ത് ആൻഡ് പ്രയർ, വിശ്വാസവും പ്രാർത്ഥനയും. They aimed for absolute standards of love, purity, honesty and unselfishness. അവരെപ്പോഴും ഈ പൂർണ്ണതയാണ്, അത് പൂർണ്ണമായ സ്നേഹം, പൂർണ്ണമായ പരിശുദ്ധി, പൂർണ്ണമായ സത്യസന്ധത, പൂർണ്ണമായ അൺസെൽഫിഷ്നെസ്, അതായത് സ്വാർത്ഥതയില്ലായ്മ. ഇത്രയും കാര്യങ്ങളാണ് അവര് കൊണ്ടു നടന്നത്. വിച്ച് വെയർ ആൻ ഇന്റഗ്രേറ്റ് പാർട്ട് ഓഫ് ദ ഫസ്റ്റ് AI പ്രോഗ്രാം ഇൻ അക്രോൺ ആൻഡ് ക്ലേവ്ലാൻഡ് ആൻഡ് ന്യൂയോർക്ക്. ഇതായിരുന്നു ആദ്യകാലത്തെ ആൽക്കോഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം അക്രോണിലും ക്ലേവ്ലാൻഡിലും ന്യൂയോർക്കിലും. എന്തുകൊണ്ടാണത്? നമ്മുടെ ബുക്ക് 1939 ഏപ്രിൽ മാത്രമാണ് വന്നത്. 1935 മുതൽ ജൂണിൽ വെച്ചിട്ടാണ് ഡോക്ടർ ബോബിനെ കണ്ടുമുട്ടുന്നത്. 1935 മുതൽ 1939 വരെയുള്ള നമ്മുടെ ഫെലോഷിപ്പിനെ വിളിക്കുന്നത് ഫ്ലൈയിങ് ബ്ലൈൻഡ് പീരീഡ് എന്നാണ്. അതായത് അന്ധകാരത്തിൽ ചിറകുവെച്ച് പറക്കുക. അപ്പൊ അന്ധകാരത്തിൽ ചിറകുവെച്ച് പറക്കുക എന്ന് വെച്ചാൽ ലക്ഷ്യങ്ങളില്ല, നമുക്കൊരു പ്രത്യേക ബുക്കില്ല, നമുക്കൊരു പ്രോഗ്രാം ചാർട്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എന്താണ് ചെയ്തത് എന്നതിന് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ പ്രത്യേകം പഠിക്കണമെന്ന് പഴമക്കാരൊക്കെ പറയുന്നത്. ഫസ്റ്റ് ഇന്നത്തെ പലപ്പോഴും പറയാറുണ്ട് അവിടെ വരുന്നവരെല്ലാം മോചിതരാകുന്നു. അപ്പൊ 100 പേര് വന്നാൽ 100 പേര് മോചിതരാകുന്നു. അപ്പൊ ഇന്നത്തെ കാലത്തൊക്കെ അതിന്റെ പെർസെന്റേജ് കുറയുന്നതൊക്കെ ആയിട്ട് പഴമക്കാർ പറയുന്നതിന്റെ ഒരു റീസൺ ഇതാണ്. ഈ അബ്സല്യൂട്ടുകൾ നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും കേട്ടെ, ഏതായാലും ദേ മസ്റ്റ് മെറ്റ് ഇൻ ചർച്ച്. അവര് പള്ളികൾ കണ്ടുമുട്ടി, യൂണിവേഴ്സിറ്റീസ് അവർ യൂണിവേഴ്സിറ്റികൾ കണ്ടു, ആൻഡ് ഹോംസ് വീടുകളിൽ കണ്ടുമുട്ടി. അപ്പൊ ഹോമുകളിൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റികളിൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, പള്ളികളിൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. The Oxford group and their principles were carried to the United States. The Oxford group and their principles were carried to the United States, so that in both New York City and Akron, Ohio, an Oxford group was in place and functioning when Bill Wilson and Dr. Bob Smith hit their respectives. അപ്പം ഈ യുണൈറ്റഡ് സ്റ്റേറ്റിലും ന്യൂയോർക്കിലും അക്രോണിലും ഒഹായോയിലും ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ധാരാളം പ്രവർത്തിച്ചിരുന്നു. കാരണം സാം ഷുമാക്കറാണ് ന്യൂയോർക്കിലെ അതിന്റെ ഹെഡ് ആയിരുന്നത്. These two groups would befriend and teach their principles to our co-founders before they ever met, and then we go on to host the fledgling groups of newly dry and nameless trunks as they came together. തീർച്ചയായും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്നാണ് നമ്മുടെ co-foundersകളായ ബിൽ ഡബ്ല്യുവിനും ഡോക്ടർ ബോബിനും ആശയങ്ങൾ കിട്ടിയതും നമ്മളുടെ പുതിയ ഗ്രൂപ്പിന്, അതായത്
ന്യൂലി ഡ്രൈ ആൻഡ് നെയിംലെസ് ഡ്രങ്ക്സ്, അതായത് പുതിയതായിട്ട് കുടിക്കാതിരിക്കുന്ന പേരില്ലാത്ത കുടിയന്മാരുടെ ഒരു കൂട്ടത്തിന് സഹായിച്ചത് അവർ തന്നെയാണ്. ഹിയർ ഈസ് ഹൗ ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് കെയിം ടു ദി യുണൈറ്റഡ്, അതായത് എങ്ങനെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് വന്നതെന്നാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് എങ്ങനെയാണ് അവിടെ എത്തിയത്. വൺ എയർലി മെമ്പർ അറ്റ് ഓക്സ്ഫോർഡ്, കെൻ ട്വിച്ചൽ എന്ന് പറയുന്ന ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ അംഗം, ഹാഡ് അറ്റൻഡ് പ്രിൻസെറ്റൺ യൂണിവേഴ്സിറ്റി ആൻഡ് ഹാഡ് എ ബ്രദർ ഇൻ ന്യൂയോർക്ക് സിറ്റി ഹു വാസ് എ മെയിൻ സ്റ്റേ ഇൻ ദ കാൽവരി എപ്പിസ്കോപ്പൽ ചർച്ച്. അദ്ദേഹത്തിന്റെ ഒരു ബ്രദർ ന്യൂയോർക്ക് സിറ്റിയിൽ ഉണ്ടായിരുന്നു, കാൽവരി എപ്പിസ്കോപ്പൽ ചർച്ചിൽ. ദിസ് ബിക്കേം വൺ ഓഫ് സെവറൽ അമേസിംഗ് കോഇൻസിഡൻസ്. ഇതൊക്കെ ഇങ്ങനെയുള്ള ധാരാളം കോഇൻസിഡൻസുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇൻ 1918 ഡ്യൂറിംഗ് ഹിസ് ട്രാവൽ, 1918 അദ്ദേഹത്തിന്റെ സഞ്ചാരത്തിൽ ഫ്രാങ്ക് ബുച്ച്മാൻ മെറ്റ് എ യങ് YMCA വർക്കർ സാം ഷുമാക്കർ. അങ്ങനെ ഫ്രാങ്ക് ബുച്ച്മാൻ നമ്മൾ ഈ പറഞ്ഞ സാം ഷുമാക്കറെ കണ്ടുമുട്ടും. അപ്പൊ 1918 സാം ഷുമാക്കറെ കണ്ടുമുട്ടുന്നത് ഇൻ ചൈനയിൽ വെച്ചിട്ടാണ്. ആൻഡ് കൺവേർട്ടഡ് ഹിം ടു ദി ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് പ്രിൻസിപ്പിൾസ്. അദ്ദേഹം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് സാം ഷുമാക്കറെ മാനസാന്തരപ്പെടുത്തി. ഇയേഴ്സ് ലേറ്റ്, പിന്നീട് ധാരാളം വർഷങ്ങൾക്ക് ശേഷം, സാം ബിക്കേം ദ മിനിസ്റ്റർ ഓഫ് ദാറ്റ് കാൽവരി ചർച്ച് ഇൻ ന്യൂയോർക്ക്. പിന്നീട് 1918 ഇതാക്കി, പിന്നീട് 1930 കാൽവരി ചർച്ചിന്റെ മെയിൻ ആളായിട്ട് അല്ലെങ്കിൽ ലീഡറായിട്ട് സാം ഷുമാക്കർ മാറി ന്യൂയോർക്കിൽ. ആൻഡ് ദാറ്റ് സെയിം ചർച്ച് ബിക്കം ദ ടിറ്റുലർ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അങ്ങനെയാണ് ആ ചർച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് മാറിയത്. കാരണം ആദ്യം 1928 വരെ ഫസ്റ്റ് സെഞ്ചുറി ക്രിസ്ത്യൻ ഫെലോഷിപ്പ്, പിന്നീട് അത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ആയിട്ട് മാറിയതൊക്കെ ആയിട്ട് നമ്മൾ ആദ്യമേ പറയുന്നുണ്ട്. ദ ഗ്രൂപ്പ്സ് പോപ്പുലാരിറ്റി പീക്ഡ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിൽ, അതായത് ഈ അമേരിക്കയിലെ ന്യൂയോർക്കിലേക്ക് വന്ന ഈ കാലഘട്ടത്തിൽ അവരുടെ കീർത്തി വ്യാപിച്ചു. ദർ വേർ 10,000 പീപ്പിൾ അറ്റ് വൺ മീറ്റിംഗ് അറ്റ് സ്റ്റോക്ക് ബ്രിഡ്ജ് ഇൻ ദ ബർക്ക്ഷയർ മൗണ്ടൻസ്. അതായത് 10,000 അംഗങ്ങൾ വരെ പങ്കെടുത്ത മീറ്റിങ്ങുകൾ അവർ സംഘടിപ്പിച്ചിരുന്നത്. അതായത് ബർക്ക്ഷയർ മൗണ്ടൻസിൽ, സ്റ്റോക്ക് ബ്രിഡ്ജില്, അമേരിക്കയിലെ സ്ഥലത്ത് അവർ സംഘടിപ്പിച്ച. ബിസിനസ് ടീംസ് ബിഗാൻ ടു ഹാവ് ദെയർ ഹൗസ് പാർട്ടി ഇൻ വേരിയസ് സിറ്റീസ്. ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർ ഹൗസ് പാർട്ടീസ് വീടുകളിൽ പല സ്ഥലങ്ങളിലായിട്ട് സംഘടിപ്പിച്ചു. ഇൻ 1931 ഇൻ ഇംഗ്ലണ്ട്, എ ലണ്ടൻ ന്യൂസ് പേപ്പർ എഡിറ്റർ AJ റൂസൽ attend an ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മീറ്റിംഗ് വിത്ത് ദ ഇന്റൻഷൻ ഓഫ് എക്സ്പോസിംഗ് ദ ഗ്രൂപ്പ്. അപ്പൊ AJ റൂസൽ എന്ന് പറയുന്ന ലണ്ടൻ ന്യൂസ് പേപ്പറിന്റെ എഡിറ്റർ 1931 ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പങ്കെടുക്കുകയും എന്താണ് മനസ്സിലാക്കാൻ, ബട്ട് ഹി റോട്ട് ഐ കെയിം ആസ് ആൻ ഒബ്സർവർ ആൻഡ് ബിക്കേം എ കൺവേർട്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ ഇവിടെ വന്നത് ഒരു ഒബ്സർവർ ആയിട്ടാണ്, പിന്നീട് ഞാൻ മാനസാന്തരപ്പെട്ടു. അദ്ദേഹവും മാനസാന്തരപ്പെട്ടു. റൂസൽ ലേറ്റർ എഡിറ്റഡ് ഗോഡ് കോളിംഗ് എന്ന് പറയുന്ന, ഗോഡ് കോളിംഗ്, ദൈവം വിളിച്ചു എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം വിച്ച് മേ ഹാവ് ഫൗണ്ട് വേ ഇൻ ടു മെറ്റീരിയൽ യൂസ്ഡ് ബൈ ദ ഏർലി ഏജ്. ആദ്യകാല അംഗങ്ങൾ ആ മെറ്റീരിയൽ, ഗോഡ് കോളിംഗ് എന്നുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ്. സം 9 years later in 1940 റിച്ച്മണ്ട് വാക്കർ ഓഫ് ദ ക്വിൻസി മാസ് ഗ്രൂപ്പ് റോട്ട് ദ 24-hour book still used by us today. അതായത് 24 മണിക്കൂർ എന്ന് പറയുന്ന നമ്മുടെ ബുക്ക് 9 വർഷങ്ങൾക്ക് ശേഷം 1940 റിച്ച്മണ്ട് വാക്കർ എഴുതിയതാണ്. അത് ആ ബുക്ക് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ദിസ് വാസ് മോഡൽഡ് ആഫ്റ്റർ റൂസൽസ് ഗോഡ് കോളിംഗ്. അത് ഈ ഗോഡ് കോളിംഗ് എന്ന് പറയുന്ന ലണ്ടൻ പത്രത്തിന്റെ എഡിറ്ററായ റൂസൽസിന്റെ അതിനെ മോഡൽ ചെയ്തുകൊണ്ടാണ്. ബട്ട് വാസ് സ്ലാന്റഡ് അവേ ഫ്രം ഓൾ സ്പിരിച്വാലിറ്റി ടു മോർ ഓഫ് 24-hour നോട്ട് ഡ്രിങ്കിങ് തീം. അത് 24 മണിക്കൂർ കുടിക്കാതിരിക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റൂസൽ ബുക്ക് ഫോർ സിന്നേഴ്സ് ഓൺലി. റൂസൽസിന്റെ മറ്റൊരു ബുക്ക് എന്ന് പറഞ്ഞാൽ പാപികൾ മാത്രം എന്നുള്ളതാണ്. ഡിസ്ക്രൈബ്ഡ് ഹിസ് ജേർണി. അത് അദ്ദേഹത്തിന്റെ യാത്രയെ കുറിച്ചാണ്. ഫ്രം പ്രൊഡിഗൽ സൺ ഓഫ് ദ ടു ദി ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ആൻഡ് ബിക്കം എ ബെസ്റ്റ് സെല്ലർ ഇൻ ദ early 1930 ഇൻ ഇംഗ്ലണ്ട്. 1930 ഇംഗ്ലണ്ടിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും ഏറ്റവും ബെസ്റ്റ് സെല്ലർ ആയിരുന്ന പുസ്തകമാണത്, ഫോർ സിന്നേഴ്സ് ഓൺലി. ആൻഡ് വാസ് പ്രിന്റഡ് ഇൻ 8 ലാംഗ്വേജസ്. അത് 8 ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്യപ്പെടുകയും ചെയ്തു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബാക്കി ഞാൻ ഉണ്ണിക്ക് മൈക്ക് കൈമാറുന്നു. ഉണ്ണി. താങ്ക് യു. ദേശത്തിനാണ് മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഉണ്ണി. എന്തായാലും ഉണ്ണിച്ചേട്ടൻ നമ്മള് ബ്ലീഡിംഗ് ഡീക്കൺ എന്ന് പറയുന്ന ഒരു ആശയം ആൽക്കഹോളിക്സ് അനോണിമസിൽ
ഒരുവിധം പഴമക്കാരൊക്കെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത, ഇതില് ഒരു കുഴപ്പമുണ്ടായിരുന്നു. എൻ്റെ ഒരു അനുഭവം കഴിഞ്ഞ ആഴ്ച പറയാൻ പറ്റിയില്ല. പൊതുവെ ഞാൻ ആദ്യകാലത്ത് ആൽക്കഹോളിക്സ് അനോണിമസില് മറ്റുള്ള ആളുകളെ ബ്ലീഡിംഗ് ഡീക്കണായിട്ട് കണ്ടിരുന്ന ഒരു കുഴപ്പം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഖത്തറിലെ സർവീസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു തവണ എൻ്റെ സ്പോൺസറുമായിട്ട് നാട്ടിലത്തെ കാര്യം പറയുമ്പോൾ അറിയാതെ എൻ്റെ വായിൽ നിന്ന് ഈ ബ്ലീഡിംഗ് ഡീക്കൺ എന്ന പദം കടന്നു വരികയും ഇയാള് മുഖത്തടിച്ച പോലെ എന്നോട് ചോദിച്ചു, നീ ആരാ മറ്റൊരാളെ ബ്ലീഡിംഗ് ഡീക്കൺ എന്ന് പറയാൻ എന്നൊരു ചോദ്യം എനിക്ക് നേരിടേണ്ടി വന്നത്. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്, കാരണം എനിക്ക് അതിന് അർഹത ഇല്ല എന്നുള്ളത്. വേറെ ഒരാളെയും ബ്ലീഡിംഗ് ഡീക്കൺ ഗ്രൂപ്പിനെതിരെ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പിലെ എയിലെ ഒപ്പമുള്ള അംഗങ്ങളെ നിയന്ത്രിക്കുകയും അവരെ തെറ്റായ വഴിയിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ്. ഒരാൾ ഡീക്കണാണ്, അയാൾ ബ്ലീഡിംഗ് ഡീക്കൺ ആണോ എന്ന് നോക്കാനുള്ള അവകാശമില്ല എന്നുകൂടി ഈ പാരമ്പര്യം പറയുമ്പോൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ രോഗം കടക്കുന്നത് മറ്റുള്ളവരുടെ അസുഖങ്ങളിലേക്ക് നോക്കുന്ന, മറ്റുള്ളവരുടെ കുഴപ്പങ്ങളിലേക്ക് നോക്കുന്ന എന്റെ രോഗാവസ്ഥയെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പൊ ഞാനൊരു ബ്ലീഡിംഗ് ഡീക്കണാണ്, ഞാൻ എൻ്റെ ഗ്രൂപ്പിന്റെ മറ്റുള്ള അംഗങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ? ഇതാണ് ചോദ്യം. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സേവന പ്രവർത്തനങ്ങളിലേക്ക് ഞാൻ വരുമ്പോൾ അവിടെ എനിക്ക് പഴമക്കാരെയും അതേപോലെ പുതുമക്കാരെയും മറ്റു മനുഷ്യരെ എയുടെ കാര്യത്തിൽ ഒരേപോലെ ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നുണ്ടോ എന്നാണ് എൻ്റെ പരിശോധന. അവിടുത്തെ ചോദ്യങ്ങള് നമ്മുടെ ആശയഗതിയുള്ള ആളുകളാവില്ല ഉണ്ടാവുക, പല രീതിയിലുള്ള ആശയഗതി ഉണ്ടായ ആളുകൾ ഉണ്ടാവും. അങ്ങനെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചരിത്രം വലിയ വഴി കാണിക്കുകയാണ്. മിക്ക പ്രമുഖരും അവരെല്ലാം ഈ രീതിയിൽ പോയിട്ടുണ്ട്. പല രീതിയിൽ അവർ ഗ്രൂപ്പിന്റെ ബ്ലീഡിംഗ് ഡീക്കണായിട്ട് പോയി എന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വേറൊരാൾ പിങ്ക് ക്ലൗഡിലാണ്, നീ ബ്ലീഡിംഗ് ഡീക്കണാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരവര് പറയുകയാണ്, ഞാനൊരു ബ്ലീഡിംഗ് ഡീക്കണായിരുന്നു, ഇപ്പൊ എനിക്ക് മാറ്റം വന്നു, ഞാൻ ഗ്രൂപ്പിന്റെ കാര്യങ്ങളൊക്കെ അനുസരിക്കാൻ തയ്യാറായി. ഇത് സ്വയം തോന്നണല്ലോ, വേറെ ആൾ പറഞ്ഞാൽ ഒരിക്കലും ഒരു കള്ളുടി മാറുന്നതുമല്ല. അങ്ങനെയാണ് ഗ്രൂപ്പ് അഭിപ്രായങ്ങൾ ചോദിക്കാൻ തുടങ്ങും. ഒരു ബ്ലീഡിംഗ് ഡീക്കണിൽ നിന്ന് മാറ്റം ഉണ്ടാകണം എന്നാണ്. ബ്ലീഡിംഗ് ഡീക്കണായിട്ട് തുടരണം എന്നല്ല പറഞ്ഞു. ഞാനൊരു ബ്ലീഡിംഗ് ഡീക്കൺ ആണെങ്കിൽ എനിക്ക് ആ ബ്ലീഡിംഗ് ഡീക്കണിൽ നിന്ന് മാറാൻ പറ്റും. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നാൽ മാറാൻ പറ്റുന്നതാണ്. അങ്ങനെ മാറുമ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിലെ ശരിയായ നേതൃത്വം ആ പഴമക്കാരൻ, ആ ബ്ലീഡിംഗ് ഡീക്കൺ ആയിരുന്ന ആളായിട്ട് മാറും എന്ന് പറയുന്നുണ്ട്. മാറ്റത്തിനുള്ള അവസരമുണ്ട്. നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കും, ശാന്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും, ഉറച്ച തീരുമാനങ്ങളും വിനീതമായി അവരുടെ അനുഭവങ്ങളിലൂടെ അവര് പറയുന്നു. അവർ ഗ്രൂപ്പിന്റെ മനസാക്ഷിയാകുന്നു എന്നാ പറയുന്നു. കാരണം അവരത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു വോട്ടെടുപ്പ് ഉണ്ടാവില്ല. പല അംഗങ്ങളും അത് അംഗീകരിക്കും. കാരണം അവരുടെ ആ പറച്ചിലിൽ തന്നെ അടിച്ചേൽപ്പിക്കലുണ്ടാവില്ല. മറ്റുള്ള ആളുകൾ എടുക്കേണ്ടത് ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത്, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുമ്പോൾ അവർ പറയാതെ ഈ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് എന്ന് അവർ പറയും. ആ അഭിപ്രായത്തിലേക്ക് നമ്മൾ അറിയാതെ എത്തിക്കുന്ന എയുടെ നയതന്ത്രജ്ഞരായ മുതിർന്ന നേതാക്കളായിട്ടുള്ള പഴമക്കാരായിട്ട് ഓരോ അംഗങ്ങളും മാറേണ്ടതുണ്ട്. കാരണം നമുക്ക് ആരെയും മാറ്റി നിർത്താനോ ആരെയും പുറത്താക്കാനോ ഒന്നും സാധ്യമല്ല. ഓരോ അംഗങ്ങളും, അത് പഴമക്കാരാണെങ്കിലും പുതുമക്കാരാണെങ്കിലും, അവരെ ഒന്നും മാറ്റി നിർത്താൻ പറ്റില്ല. അതേത് സ്വഭാവം ആയിക്കോട്ടെ, മൂന്നാം പാരമ്പര്യം അനുസരിച്ച് എല്ലാവരെയും ചേർത്ത് നിർത്തേണ്ടത് കൂടി നമ്മുടെ ആവശ്യമാണ്. പക്ഷെ പൊതു നന്മയ്ക്ക് കളങ്കം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ അവരോട് മാറി നിൽക്കാനൊക്കെ എയുടെ ഗ്രൂപ്പ് ആവശ്യപ്പെടാറുള്ളത്. അവിടെ ആ പഴമക്കാർ കൽപ്പന കൊണ്ടല്ല, അവർ അവരുടെ അനുഭവങ്ങളിലൂടെ പറയുന്നത് കൊണ്ടും ആ രീതിയിലാണ് 9ാമത്തെ പാരമ്പര്യം രൂപപ്പെട്ടുകൊണ്ടത്. ആ 9ാമത്തെ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തരത്തിലും സംഘടിതമായി കൂടാ എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്ത് വേണം? ഉത്തരവാദിത്തമുള്ള ആളുകൾ വേണം, പ്രവർത്തനം മുന്നോട്ട് പോകണം. ആരുമില്ല എന്ന് പറഞ്ഞാൽ നാഥമില്ല കണക്ക് പോലെ ആകും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ചുമതലകൾ ഉണ്ടാകുന്ന സെക്രട്ടറി, മറ്റ് സേവന മേഖല, ഇതെല്ലാം നമുക്ക് വേണ്ടതുണ്ട്. ഏരിയ കമ്മിറ്റി അടക്കം നമ്മുടെ ഡിസ്ട്രിക്ട് കമ്മിറ്റികൾ, ഓരോ ഗ്രൂപ്പിന്റെ കീഴെ വരുന്ന ഓരോ സേവന ഘടകങ്ങളും GSOയിലേക്ക് നമ്മുടെ ഗ്രൂപ്പിന്റെ ശബ്ദം എത്തിക്കാനായിട്ട് ഓരോ ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. ആ ഘടകങ്ങളുമായിട്ട് നമ്മുടെ ഗ്രൂപ്പിന് ബന്ധം ഉണ്ടായിരിക്കണം എന്നുള്ള തീരുമാനം നമുക്കുണ്ടായി. അവിടെ ബില്ല് വലിയൊരു ചരിത്ര പ്രഖ്യാപനത്തിന്റെ തൊട്ട് മുന്നേ ബിൽ വിൽസൺ തന്റെ തന്നെ
ആ സ്വഭാവത്തിലെ ആ ഭാഗം, ബ്ലീഡിംഗ് ഡീക്കിനെ കുറിച്ച് അദ്ദേഹം എഴുതിയ ഭാഗത്ത് നിന്നാണ് ബില്ലിന്റെ ഒരു മാറ്റം. ബില്ലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായിരുന്നു. ബിൽ എന്ന മനുഷ്യൻ തന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ആ സ്വാർത്ഥതകളെയൊക്കെ അദ്ദേഹം ത്യജിക്കുകയും അത് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുറവുകൾ ഏറ്റുപറയാൻ ഒരു മടിയില്ലാതെ തയ്യാറായിട്ടുണ്ട്. അവിടെ പറയുകയാണ്, നാളെ വൈകുന്നേരം ഇതേ കെയിൽ ഓഡിറ്റോറിയത്തില് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നേതൃത്വം അവിടെ എന്താണെന്ന് എനിക്ക് കാണാൻ പറ്റും. അവിടെ തെരഞ്ഞെടുക്കാൻ പോകുന്ന ജനറൽ സർവീസ് കോൺഫറൻസിൽ അംഗങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ആ പുതുതായി തെരഞ്ഞെടുക്കാൻ പോകുന്ന ആളുകൾ എയുടെ ഗ്രൂപ്പിന്റെ മനസാക്ഷിയെ പ്രതിനിധീകരിക്കും. കാരണം ഓരോ ഗ്രൂപ്പ് അതിന്റെ പ്രതിനിധികളിൽ നിന്ന് അതിന്റെ ഓരോ ഘടകങ്ങളായിട്ട് കടന്നു വന്ന് ഗ്രൂപ്പുകളുടെ പ്രവർത്തനം സുഗമമായി നടത്തുക, മദ്യാസക്തിന് സന്ദേശം കൊടുക്കുക എന്നതാണ് സർവീസ് കോൺഫറൻസിന്റെ കൂടി ഉദ്ദേശം. അപ്പൊ ആ രീതിയിൽ ഗ്രൂപ്പിന്റെ മനസാക്ഷിയായിട്ട് ജനറൽ സർവീസ് കോൺഫറൻസ് മാറാൻ പോവാണ്. അതുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിനെ റെപ്രസെന്റേറ്റ് ചെയ്യാൻ ജനറൽ സർവീസ് കോൺഫറൻസിന് മാത്രമാണ് അധികാരം എന്ന് പറയുന്നതിന്റെ കാരണത അത് ഗ്രൂപ്പിന്റെ മനസാക്ഷിയാവുന്നു. അവിടെ പിന്നെ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവില്ല. അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ താല്പര്യം ആവില്ല ജനറൽ സർവീസ് കോൺഫറൻസ് തീരുമാനങ്ങൾ പറയുമ്പോൾ. അതും എയുടെ തത്വങ്ങളിൽ നിന്നുകൊണ്ടും അതിന്റെ സങ്കല്പങ്ങളിൽ നിന്നുകൊണ്ടായിരിക്കും ജനറൽ സർവീസ് കോൺഫറൻസ് കാര്യങ്ങളിൽ തീരുമാനം എടുക്കുക. അപ്പോ ബില്ല് പറയുകയാണ്, 9-ാം പാരമ്പര്യത്തിന്റെ ചൈതന്യത്താൽ ഞങ്ങൾ പഴമക്കാർ പിൻവാങ്ങുന്നു, ഞാൻ മാറി നിൽക്കാൻ പോവുകയാണ്. നിങ്ങൾ ആവശ്യപ്പെടുമ്പോ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ തരാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. ഇനി ആരും ഭരിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നില്ല. അതുവരെ ഉണ്ടായിരുന്ന ആളുകൾ ആരും നിങ്ങളെ ഭരിക്കാനോ നിയന്ത്രിക്കാനോ വരുന്നില്ല. സംഘടിതമായി തന്നെ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംഘടിതമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. എന്നാൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 9-ാമത്തെ പാരമ്പര്യം നമ്മുടെ തുണയ്ക്കുണ്ടായിരിക്കും. ഈ വിലയേറിയ തത്വം ഇനി നിങ്ങളിലൂടെ സംരക്ഷണം ചെയ്യപ്പെടണം, നിങ്ങളിത് പകർന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ബിൽ വിൽസൺ കൃത്യമായിട്ട് പറയുകയാണ്. തുടർന്ന് ബില്ലിന്റെ വാക്കുകളിലേക്ക്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഭാവി സുരക്ഷിതമായിരിക്കുന്നത് 10-ാം പാരമ്പര്യത്തിലാണ് എന്ന് നാം കരുതുന്നു. അതാകട്ടെ നാം തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടുന്നില്ല എന്നതാണ്. ഈ പാരമ്പര്യം ഇങ്ങനെ പറയുന്നു, എക്ക് മറ്റു വിഷയങ്ങളിൽ താല്പര്യമില്ല, അതുകൊണ്ട് എയുടെ പേര് പൊതു വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 10-ാമത്തെ പാരമ്പര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോഴൊക്കെ 10-ാമത്തെ പാരമ്പര്യം ലംഘിച്ചിട്ടുണ്ടോ അന്നെല്ലാം വലിയ പ്രശ്നങ്ങൾ ഗ്രൂപ്പുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഗ്രൂപ്പുകളിൽ പുറത്തുള്ള ഒരു വിഷയങ്ങളും നമ്മൾ ചർച്ചയ്ക്ക് എടുക്കാറില്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിലെ കാര്യങ്ങൾ, വ്യക്തിപരമായ വിലയിരുത്തലുകൾ, മറ്റുള്ള ആളുകളോടുള്ള അവരെ വിലയിരുത്തിയിട്ടുള്ള മാർക്കിടലുകൾ, ഇതൊന്നും നമ്മുടെ ഗ്രൂപ്പുകളിൽ ഉണ്ടാവാറില്ല. അതിന്റെ കാരണം 10-ാമത്തെ പാരമ്പര്യമാണ്. നമ്മളിവിടെ തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടാറില്ല. 2-ാമത്തെ പാരമ്പര്യം, 2-ാമത്തെ പടി വളരെ കൃത്യമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിലെ കുഴപ്പക്കാരായ മദ്യപാനികൾക്ക് എല്ലാവരും ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറയുന്ന മദ്യാസക്തൻ, ആ മദ്യാസക്തനെ തർക്കത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള കാരണം അവൻ ഒരിക്കലും അവന്റെ അഭിപ്രായത്തിൽ നിന്ന് മാറ്റാൻ അല്ലെങ്കിൽ മാറാൻ തയ്യാറുള്ളവനല്ല മദ്യാസക്തൻ. അപ്പൊ അവനവിടെ തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ രീതിയാണ് ശരി എന്ന് പറയുന്ന വാശിയിൽ അവൻ നിൽക്കും. എപ്പോൾ അവന് അത് പരിപൂർണമായിട്ടുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവുമ്പോഴേ അവൻ ആ മാറ്റത്തിന് വിധേയനാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് തർക്കം വരുന്ന കാര്യങ്ങൾ, ദൈവം ഏറ്റവും പ്രധാന തർക്കം ദൈവമാണ്, ദൈവസങ്കല്പത്തിലാണ്, എങ്ങനെ ആയിരിക്കണം, അവിടെ തന്നെ നമ്മൾ തർക്കം ഉപേക്ഷിച്ചു. നിങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിൽ എന്താണോ ദൈവം, അത് നിങ്ങൾ ആരോടും പറയേണ്ട കാര്യമില്ല. ആ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. തർക്കിക്കുന്ന സമൂഹത്തിൽ നിന്ന് രാജിവെക്കൂ. അവിടെ 2-ാമത്തെ പടി അരിച്ചിറങ്ങുന്നത് പോലെ ഇറങ്ങുന്നു എന്ന് എഴുതിയ ബിൽ വിൽസൺ 10-ാമത്തെ പാരമ്പര്യം വളരെ കൃത്യമായി ചേർക്കുന്നു. എക്ക് മറ്റു വിഷയങ്ങളിൽ യാതൊരു താല്പര്യവുമില്ല, ഒരൊറ്റ കച്ചവടമുള്ളൂ. ചർച്ചകളും മുന്നോട്ട് കൊണ്ടുപോകലും ഒറ്റ കാര്യത്തിലാണ്, ഇങ്ങനെ സന്ദേശം മുന്നോട്ട് കൊടുക്കാം, അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ, ഓക്കെ, മറ്റാളുടെ അഭിപ്രായം എന്താ, തർക്ക വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഉടൻ അവിടെ വോട്ടെടുപ്പാണ്. അധികം വർത്താനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇടപാടുകൾ വേറെ ഒന്നും ഉണ്ടാവുന്നില്ല. ഞാൻ വളരെ വ്യത്യസ്തമായ ഗ്രൂപ്പൊക്കെ കണ്ടത് ഖത്തറിലെ ഗ്രൂപ്പായിരുന്നു. അവിടെയൊക്കെ പലപ്പോഴും വിദേശത്തുള്ള സുഹൃത്തുക്കൾക്ക് അറിയാം, ആ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ആഡ് ചെയ്താൽ അവിടെ എപ്പോഴെങ്കിലും അവിടെ ഒരു അനക്കം ഉണ്ടാവുക. പലപ്പോഴും ഞാൻ ഡെയിലി റിഫ്ലക്ഷനൊക്കെ
ആദ്യകാലത്ത് ഞാൻ ഇംഗ്ലീഷിലുള്ള ഡെയിലി റിഫ്ലക്ഷൻ അവിടെ ഇട്ടു. എന്നോട് 3 ദിവസം അവരൊന്നും മിണ്ടുന്നില്ല. അപ്പൊ ആരും വലിയ അപ്രീസിയേഷൻ ഒന്നും തരാതെ ഇപ്പൊ ഞാൻ വേറൊരു അംഗത്തിനോട് ചോദിച്ചു. ഓക്കെ എന്ന് പറഞ്ഞു. അത് എന്റെ സ്പോൺസർ. പക്ഷെ എന്നോട് വളരെ കൃത്യമായിട്ട്, നീ എന്തിനാ അതൊക്കെ ഇട്ടിങ്ങനെ ഗ്രൂപ്പിലിടേണ്ട കാര്യം? ആളുകൾക്ക് അറിയാലോ AA.org ഉണ്ടെന്ന്. അവരാരും പൊട്ടന്മാരൊന്നുമല്ല. അവര് വേണ്ടവര് അവിടെ നിർത്തോളും. പുതുമക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ടെമ്പററി സ്പോൺസർ ഉണ്ട്, അവര് കൊടുത്തോളും. നീ ആരോ ദൈവം കളിക്കാന്ന് ചോദിച്ചു. വളരെ കൃത്യമായിട്ട് ആ ഗ്രൂപ്പിൽ ആ കാര്യം പോലും ഇല്ലാത്തൊരു ഗ്രൂപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സന്ദേശങ്ങൾ ഇടുന്ന ഒരു ഗ്രൂപ്പ്. അപ്പൊ വളരെ വ്യത്യസ്തമായ രീതിയിൽ AA പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ ഗ്രൂപ്പിനും ഓരോ രീതി എന്ന് പറഞ്ഞ പോലെ. പൊതുവായിട്ട് അവിടെയുള്ള അംഗങ്ങളുടെ ജോലി എന്താണെന്ന് അറിയാറില്ല. ആരും ചോദിക്കാറില്ല. ചായ കുടിക്കും, പൊതുവിശേഷങ്ങൾ പറയും, പിന്നീട് കാണാം, അടുത്ത ആഴ്ച കാണാമെന്ന് പറയും. മീറ്റിംഗിൽ സംബന്ധിയായി സംസാരിക്കും. ചില ആളുകൾ സിഗരറ്റ് കഴിക്കാൻ കമ്പനി ഉണ്ടാവും. അത് കഴിഞ്ഞ് അവര് പോവും. അപ്പോ വളരെ കൃത്യമാണ് മദ്യാസക്തരുടെ ബന്ധം ഏത് വിധമാകണം, എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, എന്തുകൊണ്ട് അത് പാടില്ല എന്നൊക്കെ നമ്മുടെ ചരിത്രത്തിൽ ഊന്നിയിട്ടാണ് നമ്മളിതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പാരമ്പര്യങ്ങള് അനുഭവങ്ങളുടെ കല്ലുകളാൽ ഊതിപ്പെരുപ്പിച്ചെടുത്തതാണെന്ന് പറയാറുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് ആരംഭിച്ചതിന് ശേഷം വലിയ തർക്ക വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല. വലിയ ലോകത്തിന്റെ പോർമുഖങ്ങളിൽ വലിയ പല കാര്യങ്ങളുടെ പേരിലും തർക്ക വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് ഈ 10ാമത്തെ പാരമ്പര്യത്തിൽ നിൽക്കുന്നോണ്ടാ നമ്മുടെ തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടാത്തത്. നമ്മൾ ലഹരിക്കെതിരെ പോകാറില്ല, മറ്റു കാര്യങ്ങളിൽ എയുടെ അഭിപ്രായം പറയാറില്ല. ഇവിടെ എക്കെതിരെ പോലും വലിയ ആരോപണങ്ങൾ ഫേമസ് ആയിട്ടുള്ള ബ്ലോഗേഴ്സ് ആൽക്കഹോളിക്സ് അനോണിമസിനെതിരെ ലക്ഷങ്ങൾ കണ്ട 13 സ്റ്റെപ്പ് എന്ന് പറയുന്ന രീതിയിൽ നടന്ന വീഡിയോ മീ ടു വിവാദം ലോകത്തിൽ കത്തിപ്പടർന്നപ്പോഴും ആൽക്കഹോളിക്സ് അനോണിമസ് അവിടെ പ്രതികരിക്കണ്ട എന്നുള്ള തീരുമാനം എടുക്കുക വ്യക്തമായിട്ട്. വ്യക്തിപരമായിട്ട് പല അംഗങ്ങൾ അവിടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹോളായിട്ട് നമ്മുടെ അഭിപ്രായ പ്രകടനം നടത്താത്തതിന്റെ കാരണം നമ്മുടെ 10ാം പാരമ്പര്യമായിരുന്നു. അത് നമ്മുടെ ജനറൽ സർവീസ് കോൺഫറൻസിൽ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും അങ്ങനെ പെരുമാറണോ. ആ കോൺഫറൻസിന്റെ തീരുമാനം അത് വേണ്ട എന്നാണെങ്കിൽ വേണ്ട എന്ന് തന്നെയാണ് നമ്മുടെ തീരുമാനം. കാരണം നമുക്ക് ഏറ്റവും പ്രധാനം എന്താ, നമ്മുടെ കച്ചവടം നടന്നുകൊണ്ടിരിക്കണം, അതിനൊരു മുടക്കം ഉണ്ടാകും. അത് ഇത്തരം വിഷയങ്ങളിൽ പെട്ടിട്ട് നമ്മൾ നിൽക്കാൻ പാടില്ല. കടന്നു വന്ന് മദ്യാസക്തി എന്ന് പറയുന്ന മാരകമായ ആ രോഗത്തിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്നവർ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ടും വീണ്ടും ഈ മദ്യം എന്ന് പറയുന്നത് വല്ലാത്തൊരു ദുരന്തമാണ്. അനുഭവിച്ചവർക്ക് മാത്രം അറിയുന്ന ഒരു ദുരന്തം. മാറി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നുന്നു ഞാൻ എവിടെയോ എത്തി എന്ന തോന്നലുകൾ ഉണ്ടാകുമ്പോൾ ഞാൻ വന്ന വഴികൾ ആലോചിക്കാറുണ്ട്. ഒരു പുതിയ ഒരാൾക്ക് സന്ദേശം കൊടുക്കുകയും അവൻ കൂട്ടായ്മയിൽ നിൽക്കാനായിട്ട് എത്ര ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. അപ്പോഴേ വീണു പോകുന്നവരുടെ വിഷമം മനസ്സിലാവുള്ളൂ. ഈ ഒരു കച്ചവടം എത്ര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഒപ്പം വന്നവരെ പോലും നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്നില്ല സോബറായിട്ട്. അവിടെയാണ് ഇനിയും എത്രയോ പേർക്ക് ഈ സന്ദേശം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. എയുടെ പ്രവർത്തനം മുന്നോട്ട് വേണം. വേറെ ഒരു കച്ചവടവും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല എന്നുകൊണ്ട് 10ാമത്തെ പാരമ്പര്യം ശക്തമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ലോകത്തിലെ ഒരു തർക്ക വിഷയങ്ങളിലും ആൽക്കഹോളിക്സ് അനോണിമസ് പങ്കെടുക്കാറില്ല. നമ്മുടെ കൂട്ടായ്മ ഒരിക്കലും ആരുടെയും പക്ഷം ചേർന്നിട്ടില്ല. ഇത് നമ്മൾ ആർജിച്ച നന്മയല്ല, നമ്മളിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അടുത്ത കാലത്ത് ഒരു പഴമക്കാരൻ പറഞ്ഞതുപോലെ മതത്തെക്കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ചോ പരിഷ്കരണങ്ങളെക്കുറിച്ചോ ചൂടുപിടിച്ച ചർച്ചകൾ അംഗങ്ങൾക്കിടയിൽ കേൾക്കാറില്ല. സ്വകാര്യമായി നമ്മൾ ഇത്തരം തർക്കങ്ങളിൽ ഏർപ്പെടുന്നില്ലെങ്കിൽ പരസ്യമായി നമ്മളത് ചെയ്യില്ല. അപ്പോൾ അവിടെ വളരെ കൃത്യമാണ്. ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗങ്ങൾക്കൊക്കെ വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടാവും. പക്ഷെ അവര് പരസ്പരം കാണുമ്പോൾ ഈ വിഷയങ്ങൾ തർക്കത്തിൽ എടുത്തു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് തന്നെ വിളിക്കുമ്പോൾ എവിടെ ഈ ഭാഗം നിർത്തണം എന്നറിയുന്ന ആളുകൾക്ക്, നമ്മളിവിടെ ഒറ്റ കാര്യത്തിന് വന്ന് നിൽക്കുന്ന ആളുകളാണ്, വേറെ ഒരു ബന്ധവുമില്ല. മദ്യപാനം എന്ന പൊതു പ്രശ്നം ഒരു പൊതുവിനാശത്തിന്റെ പങ്കാളികളാണ് എന്ന ചിന്തയാണ് നമ്മൾ ഒരുമിപ്പിക്കുന്നത്. അവിടെ വന്നിട്ട് രാഷ്ട്രീയപരമായിട്ട് പല കാഴ്ചപ്പാടുകളുള്ള ആളുകളുണ്ട്. വെറുതെ അല്ല നമ്മുടെ പാരമ്പര്യങ്ങളിൽ എഴുതി വെച്ചത്. ഒരാളുടെ രാഷ്ട്രീയമല്ല. പലപ്പോഴും നമ്മുടെ കുഴപ്പം എന്താ, നമുക്ക് ഇതറിയില്ല. എതിരെ നിൽക്കുന്ന ഒരാശയക്കാരൻ എന്റെ ആശയത്തിൽ വന്നാൽ മാത്രമേ അവരുമായി സൗഹൃദം സാധ്യമാകുള്ളൂ എന്ന ഭാഗത്താണ് നമ്മുടെ കുഴപ്പം. അങ്ങനെ ആകുമ്പോ തീർച്ചയായിട്ടും എതിരെ നിൽക്കുന്ന നമ്മുടെ ആശയഗതി ഇല്ലാത്തവരോട് നമുക്ക് വെറുപ്പായിരിക്കും, കുഴപ്പങ്ങൾ ആരംഭിക്കാൻ തുടങ്ങും. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രധാന കച്ചവടം നിൽക്കും, നമ്മുടെ ഗ്രൂപ്പ് തിരിയും. അപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ കൂടിച്ചേരലുകളിൽ ഒരു കാരണവശാലും മതത്തെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, പരിഷ്കരണങ്ങളെക്കുറിച്ച്, സാമൂഹിക പരിഷ്കരണങ്ങളെക്കുറിച്ച്
ഇതൊന്നും AA അംഗങ്ങൾക്കിടയിൽ കേൾക്കാറില്ല. അതായിരുന്നു AA വളർന്ന് പന്തലിക്കാനുള്ള കാരണം. നേരത്തെ പറഞ്ഞ പോലെയാണ് അവിടെ പറയാനുള്ളത്. പടികളിലൂടെ ചായ കുടിക്കുമ്പോൾ പോലും പറയാനുള്ളത് ഒരിക്കലും ട്രംപിന്റെ ഭരണമാറ്റത്തെ കുറിച്ച് ആയിരുന്നില്ല അമേരിക്കക്കാർ സംസാരിച്ചിരുന്നത്, അല്ലെങ്കിൽ അമേരിക്കയിൽ അടുത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ആയിരുന്നില്ല അവർ സംസാരിച്ചിരുന്നത്. മറിച്ച് ഞങ്ങൾ പടികളിലൂടെ ഉണ്ടായ മാറ്റം, പടികൾ ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഇതായിരുന്നു ചെയ്തിരുന്നത്, എന്റെ ഓഫീസിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ഇങ്ങനെ അതിനെ പരിഹരിച്ചു, എങ്ങനെ പോകുന്നു നിന്റെ സ്റ്റെപ്പ് വർക്കൊക്കെ, നീ സ്റ്റെപ്പൊക്കെ ചെയ്തോ, ഇപ്പൊ എങ്ങനെയാ ജീവിതത്തിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഈ രീതിയിലാണ് ചോദ്യങ്ങളൊക്കെ. എന്ത് മനോഹരാ നോക്കൂ. ആ മീറ്റിംഗ് കഴിയുന്നു, ചായ കുടിക്കുമ്പോ അവിടെ ജിം എന്തായിരുന്നു, ജിം ഇന്ന് ഷെയർ ചെയ്ത കാര്യം ശരിയായിരുന്നു, ജിമ്മിന്റെ ഷെയറിങ് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു, ഇതാരും പറയാറില്ല അവിടെ. മറിച്ച് എന്റെ ജീവിതത്തിലെ മാറ്റം എന്താണ്, ഞാൻ പടികളിലൂടെ എത്ര ബുദ്ധിമുട്ടുണ്ടായി, എന്റെ ഓഫീസിൽ എനിക്കിന്ന് എന്റെ മുതലാളിമാരുമായിട്ടുള്ള കുഴപ്പങ്ങളെ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പൊതു തത്വം. കാരണം ഞാനും അവനും ജിമ്മും ടോമും അവിടെ ചെന്നിട്ടുള്ളത് ഒരൊറ്റ കാര്യത്തിനാണ്. മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. എന്റെ മദ്യാസക്തി എന്ന രോഗമാണ്. അത് മദ്യപിക്കാതിരിക്കുമ്പോഴും എനിക്ക് രോഗമുണ്ട്. പലപ്പോഴും പൊതുമക്കാരെയൊക്കെ പരിഗണിക്കില്ല എന്ന് ഞാൻ അവരോട് പരാതി പറയാറുണ്ടായിരുന്നു. കാരണം പൊതുമക്കാരെ സ്വാഗതം ചെയ്യാറില്ല അവിടുത്തെ മീറ്റിങ്ങുകളിൽ പോലും. സെക്രട്ടറി പോയി കണ്ട് ടെമ്പററി സ്പോൺസറുടെ ലിസ്റ്റാ കൊടുക്കുക. അപ്പൊ എന്നോട് ചോദിച്ചത് എന്റെ രോഗം മാറിയിട്ടില്ല എന്നാണ് 35 വർഷക്കാരൻ പറഞ്ഞത്. ഞാൻ മീറ്റിങ്ങിന് വരുന്നത് എന്റെ രോഗശമനത്തിന് വേണ്ടിയിട്ടാണ്. വലിയൊരു ആശയമായിരുന്നു അത്. അപ്പൊ പലപ്പോഴും ഞാനൊക്കെ കുറച്ച് ദിവസം കുടിക്കാതെ ആയി കഴിഞ്ഞാൽ എനിക്ക് എവിടെയോ എത്തി, എന്റെ രോഗം മാറി എന്നുള്ള ചിന്ത വരുമ്പോ ആ പഴമക്കാരന്റെ വാക്കുകൾ ഞാൻ ആലോചിക്കാറുണ്ട്. 35 വർഷമായിട്ട് അയാൾ മീറ്റിംഗിൽ പോകുന്നതും എന്നിട്ട് അയാൾ പറയുകയാണ് എന്റെ രോഗശമനത്തിനാണ് ഞാൻ ആഴ്ചയിൽ ഈ മീറ്റിങ്ങിന് പങ്കെടുക്കുന്നത്. അപ്പൊ വളരെ വിശാലമായ രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ. ആൽക്കഹോളിക്സ് അനോണിമസിനെ എങ്ങനെ കാണണമെന്ന് പഠിപ്പിച്ച ആളുകൾ. ഇത്തരം പഴമക്കാരാലാണ് നമ്മുടെ കൂട്ടായ്മ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. പരസ്യമായിട്ട് തർക്കമുണ്ടാവുന്നതിന്റെ കാരണം നമ്മുടെ രഹസ്യമായിട്ട് 2 അംഗങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ എനിക്ക് എന്റെ ആശയമുള്ള അംഗങ്ങളെ ഇഷ്ടാവും. ഞാനൊരു എത്തിസ്റ്റാകുമ്പോൾ എത്തിസ്റ്റായ അംഗങ്ങൾ മാത്രമായിട്ട് ബന്ധപ്പെടും. ദൈവവിശ്വാസികളുടെ അംഗങ്ങളെ കുറിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ കടന്നു വരാൻ തുടങ്ങും. അപ്പൊ അത് വെറും കണ്ടുകൂടായ്മ വരും, പ്രശ്നങ്ങൾ രൂക്ഷമാവും, എയുടെ ഐക്യത്തിന് പ്രശ്നമാവും, മീറ്റിങ്ങുകളെ അത് ബാധിക്കുന്ന രീതിയിലേക്ക് മാറും എന്നുള്ളതാണ്. അത് എന്റെ വ്യക്തിപരമായ സുബോധത്തിന് കുഴപ്പമുണ്ടാവും ഞാൻ വേറൊരാൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ. എന്തുകൊണ്ടോ ആദ്യകാലം മുതൽ തന്നെ നാം ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്, എത്ര തന്നെ പ്രകോപിതരായാലും പരസ്യമായിട്ട് നമ്മൾ പക്ഷം ചേരരുത് എന്ന്. നമുക്കത് ഗുണകരമാണെങ്കിൽ പോലും രാഷ്ട്രങ്ങളും ഗ്രൂപ്പുകളിലും വിവാദങ്ങളിൽപ്പെട്ട് ചിതറിപ്പോകുന്നത് ചരിത്രത്തിൽ നമ്മൾ ദർശിച്ചിട്ടുള്ളതാണ്. അനിഷ്ടക്കാരായ ചിലരാകട്ടെ അവരുടെ സ്വന്തം ആശയങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും തകർന്നു പോകുന്നതും നാം കണ്ടിട്ടുള്ളതാണ്. മതങ്ങളും വംശങ്ങളും ഉണർത്തിവിടുന്ന രാഷ്ട്രീയവും സാമ്പത്തികവുമായ യുദ്ധങ്ങളിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നത് നാം നമ്മുടെ ആദ്യകാലം മുതൽ കണ്ടിട്ടുള്ളതാണ്. പ്രകൃതി സമ്പത്ത് പങ്കിടുമ്പോൾ ആസന്നമായ ഒരു കൂട്ടക്കൊലക്കിടയാക്കാവുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതില് വളരെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ അന്നത്തെ അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം ആർജിച്ച കാര്യമാണ് പറയുന്നത്. നമ്മൾ തുടക്കകാലം മുതൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മുടെ മുന്നേ കടന്നുപോയ വാഷിംഗ്ടോണിയൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് 6 ലക്ഷം അംഗങ്ങളിൽ നിന്ന് അവർ തകർന്നത്? എത്ര പെട്ടെന്നായിരുന്നു അവരുടെ വളർച്ച, സമൂഹത്തിൽ എത്ര സ്വീകാര്യമായിരുന്നു അവർക്ക്. തകർന്ന് തരിപ്പണമാകുന്നതിന്റെ കാരണം എന്തായിരുന്നു നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. പരസ്യമായിട്ട് പക്ഷം ചേരരുത്. എന്തു തന്നെ പ്രൊവോക്കേഷൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കാര്യത്തിലോ എക്കെതിരെ ഉണ്ടായാൽ പോലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എക്കെതിരെ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ എത്ര തന്നെ പ്രകോപനം, മീടു ആരോപണങ്ങളിൽ പരസ്യമായിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഓരോ അംഗങ്ങളും ഇത്ര അധികം ലക്ഷക്കണക്കിന് അംഗങ്ങളുണ്ട്, എനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. ഈ അംഗങ്ങൾ അവരവരുടെ പോസ്റ്റുകൾ എല്ലാവർക്കും ഏതൊരു കാര്യത്തിനും തന്നെ പറയാറുണ്ട്. നമ്മുടെ ബിഗ് ബുക്കിന്റെ അവസാനം എഴുതിയിട്ട് ഏതൊരു തത്വത്തിനുമെതിരെ ഒരു മറുപുറമുണ്ട്, ഏതൊരു വാദത്തിനുമെതിരെ ഒരു വാദമുണ്ട്. അതുകൊണ്ടല്ലേ നമുക്ക് ടി വിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു ഡിബേറ്റുകൾ ജയിക്കാത്തതിന്റെ കാരണം എന്താ? ഒന്ന് പാരഡോക്സുകൾ ഉണ്ടാവും. പല ആൾക്കാർക്കും അത് ഈ വെക്കുന്ന ആൾക്ക് ഇത് മനസ്സിലാവില്ല, ഇത് എത്തരത്തിലാണ് ഈ വാദം എന്നത്. എതിരെ നിൽക്കുന്ന ആള് അവനവന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കും. നമ്മൾ ആ വാദഗതിയാണെങ്കിൽ നമുക്ക് തോന്നും നമ്മുടെ ആള് ജയിച്ചു. കുറച്ചു നേരം മറ്റാൾ മിണ്ടാതെയായ എവിടെ ആ വാദഗതി ജയിക്കുന്ന, അയാൾ ആ ആശയത്തിലേക്ക് മാറുന്നുണ്ടോ? എല്ലാം അവരവരുടെ കാര്യം പറയുകയാണ്. ഇത് ആൽക്കഹോളിക്സ് അനോണിമസിന് ആദ്യമേ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അവസാന ഭാഗത്ത് അനുബന്ധം 2 ഒക്കെ
എല്ലാ അറിവിനുമെതിരെ അന്വേഷണത്തിന് അതീതമായ അവജ്ഞയുടെ തൊട്ട് മുന്നേ എഴുതി വെച്ചിട്ടുള്ള കാര്യം വളരെ കൃത്യമായിട്ട് തന്നെ അനുബന്ധം 2 അവസാനം നമ്മൾ എഴുതിയിട്ടുണ്ട്. എല്ലാ വാദങ്ങൾക്കുമെതിരെ ഒരു വാദമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന് വരെ ഉണ്ടാകുന്ന പ്രകോപനങ്ങളിൽ നമ്മൾ പരസ്യമായിട്ട് പക്ഷം ചേരാറില്ല. അതിൽ നമ്മൾ 13 സ്റ്റെപ്പിനെതിരെ പോലും നമ്മൾ അഭിപ്രായം പറയാത്തതിന്റെ കാരണം അതായിരുന്നു. എക്കെതിരെ തന്നെ നമ്മൾ വക്കീലുമാരായിട്ട് പുറത്തു പോകേണ്ടതില്ല. ജനറൽ സർവീസ് കോൺഫറൻസിന്റെ തീരുമാനം ഉണ്ടാവും. അത് പലതും പറഞ്ഞോട്ടെ, നമ്മൾ ആരും എയുടെ വക്കീലന്മാരാവേണ്ട കാര്യമില്ല. നമ്മൾ പ്രവർത്തിക്കുക എന്നവർ നമ്മുടെ ജീവിതത്തില് നമുക്ക് ഗുണകരമാണെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ നിൽക്കരുത്. പ്രത്യേകിച്ച് മദ്യാസക്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഏക്കാരനാണെന്ന് അറിയുന്ന ഒരു ഭാഗത്ത് നമ്മൾ ഇത്തരം തർക്കങ്ങൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ നമ്മൾ ഏക്കാരായിട്ട് ഒരു കാരണവശാലും തർക്കങ്ങളിൽ ഏർപ്പെടരുത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മദ്യവിരുദ്ധ സമിതികളുടെ പരിപാടികളിൽ വിളിക്കുമ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ പോകുന്നത്. നമുക്കൊരിക്കലും വാദത്തെ ഖണ്ഡിച്ചുകൊണ്ടൊന്നും അവിടെ സംസാരിക്കാൻ പറ്റില്ല. കാരണം എയുടെ ഒരു സ്ഥലത്ത് മീറ്റിങ്ങിന് നമ്മൾ പോകുമ്പോൾ അവിടെ എക്കെതിരെ പറഞ്ഞാൽ പോലും അവിടെ നിന്ന് പോരണമെന്നാ പഴമക്കാർ പറയാൻ നമ്മളോട്. കാരണം ഈ നമ്മൾ എവിടെയെങ്കിലും പെർമിഷൻ ചോദിക്കാൻ പോയിട്ടുള്ള അവിടുത്തെ പഴമക്കാരൻ അവിടുത്തെ ആ ആള് നാളെ ഒരു മദ്യാസക്തിനെ എയിലേക്ക് തരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പെരുമാറ്റം കണ്ടുകൊണ്ടായിരിക്കണം. ഞാൻ അവിടെ പോയിട്ട് എന്റെ സ്ഥലം തന്നില്ല എന്ന് പറഞ്ഞ അയാളോട് ഞാൻ ബഹളം ഉണ്ടാക്കിയ എന്റെ സ്വഭാവത്തിന് ഞാൻ ബഹളം ഉണ്ടാക്കും. എന്നോടൊരു പഴമക്കാരൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ ആണ്, നീയല്ല നശിക്കാൻ പോകുന്നത്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വിലയാണ് നീ കളയാൻ പോകുന്നത്. നിന്റെ ഈ നിരുത്തരവാദപരമായ ദേഷ്യം കാരണം അവിടെ നീ മിണ്ടാതെ പോരണം. ആൽക്കഹോളിക്സ് അനോണിമസിന് നിന്റെ ജീവൻ രക്ഷിച്ച വിലയുണ്ടോ? നീ എങ്ങനെയാണ് കൂട്ടായ്മയിലേക്ക് കടന്നു വന്നതെന്നുള്ള ഓർമ്മ നിനക്കുണ്ടോ? നിനക്ക് നന്ദിയുണ്ടെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പേര് നിന്റെ കാരണം കൊണ്ട് കേടുവരരുത്. അതിന് ഏറ്റവും പ്രധാനം എന്താണ്? ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കലാണ്. അത് നമ്മൾ പഠിച്ചത് 10ാമത്തെ പാരമ്പര്യത്തിലാണ്. കാരണം നമ്മുടെ മുന്നേ കടന്നുപോയ പല ഗ്രൂപ്പുകളുടെ തകർച്ച, രാഷ്ട്രങ്ങളുടെ തകർച്ച എല്ലാം വിവാദങ്ങളിൽ പെട്ടിട്ടാണ്. ചെറിയ വിവാദങ്ങളാണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാവുന്നത്. മനുഷ്യർ പക്ഷം ചേരാൻ ഏറ്റവും വലിയ മനുഷ്യന്റെ പരിണാമപരമായി മനുഷ്യന്റെ ഉള്ളിൽ കിട്ടിയ എവല്യൂഷൻ എന്നുള്ള കുഴപ്പമാണ് നമ്മൾ ഗ്രൂപ്പ് തിരിയും വളരെ പെട്ടെന്ന്. നമുക്ക് എപ്പോഴും പോർവിളിയാണ് അപ്പുറത്ത് നിൽക്കുന്ന ഗ്രൂപ്പുകാർക്കെതിരെയുള്ള പോർവിളി. അത് നമുക്ക് പണ്ട് കിട്ടിയിട്ടുള്ളതാ. 2 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ കിട്ടിയ സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പഴമക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഗുണമുള്ള കാര്യങ്ങളിൽ നിന്ന് പോലും നമ്മുടെ തർക്കത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. തന്നിഷ്ടക്കാരായിട്ടുള്ള ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ? അതുണ്ട് കേട്ടോ. അവരെന്ത് ചെയ്തു? സ്വന്തം ആശയങ്ങൾ മറ്റുള്ള ആൾക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. അവരങ്ങ് ഏനെ അങ്ങ് ശരിയാക്കി കളയാമെന്ന് കരുതിക്കൊണ്ട് അവരുടെ സ്വന്തം ആശയങ്ങളൊക്കെ ആക്കി മാറ്റും. എന്നിട്ട് അത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കാര്യത്തിൽ. അവരെല്ലാം തകർന്നു പോകുന്ന അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊന്നും ദൈവം കളിയൊന്നും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചരിത്രത്തിൽ നടന്നിട്ടില്ല. അപ്പോ മതങ്ങളും വംശങ്ങളും ഉണർത്തിവിടുന്ന രാഷ്ട്രീയവും സാമ്പത്തികവുമായ യുദ്ധങ്ങൾ, ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നത് നമ്മൾ കണ്ടു. എവിടെ ആയിക്കോട്ടെ, മതമായിക്കോട്ടെ, വംശങ്ങളായിക്കോട്ടെ, വംശീയമായ ചേർതിരിവുകളായിക്കോട്ടെ. അമേരിക്കയിലൊക്കെ അന്ന് കാലത്ത് ഈ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൂഢാലോചന സിദ്ധാന്തത്തിന്റെ ഒക്കെ ഏറ്റവും വ്യാപകമായിട്ടുള്ള അവിടുത്തെ ഒരു ബിസിനസ്സുകാരൻ തന്നെ 5 ലക്ഷം നോട്ടീസുകൾ അമേരിക്കയിൽ ഇറക്കി വിട്ട കാലത്ത് ആൽക്കഹോളിക്സ് അനോണിമസ് അത് അതിജീവിച്ചു വന്നിട്ടുണ്ട്. വളരെ പ്രശസ്തമായ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഈ 10ാം പാരമ്പര്യം പ്രകാരം തന്നെയാണ് പേര് പറയാത്തത്. അത്തരം ആളുകളും നമ്മുടെ റോക്ക്ഫെല്ലറുമായി ബന്ധപ്പെട്ടുള്ള കോൺസ്പിറസി തിയറി ഉണ്ട്. അപ്പൊ അതൊന്നും ഒരു ഭാഗത്തും പക്ഷം ചേർന്നിട്ടില്ല. അതുകൊണ്ടാണ് നിലനിന്ന്. അതല്ലെങ്കിൽ എക്ക് കുഴപ്പം വരുമായിരുന്നു. ഇതെല്ലാം നമ്മുടെ പാഠമായിരുന്നു അന്നുണ്ടായിരുന്നു. വംശങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ പല ഗ്രൂപ്പുകളും തകർന്നിട്ടുണ്ട്. ആ ഒരു പ്രധാന പ്രശ്നം, 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള അമേരിക്കയിലെ ആ കാലത്തുണ്ടായിരുന്ന പ്രശ്നം, അതും കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ആൽക്കഹോളിക്സ് അനോണിമസ് ഈ ഒരു ഭാഗം വരുമ്പോൾ പാരമ്പര്യങ്ങൾക്ക് നമ്മൾ പാഠമായി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കും കടന്നു വരാൻ അധികം സമയമൊന്നും വേണ്ട. ഇത്തരം വിവാദ വിഷയങ്ങൾ 1 or 2 ആളുകൾ തമ്മിലുള്ള വ്യത്യസ്തത മതി. വളരെ പെട്ടെന്ന് ഏത് തരിശു നിലത്തിലും എളുപ്പം വിതയ്ക്കാൻ പറ്റുന്ന വിത്താണ് വംശീയത, വർഗവിദ്വേഷം. അത് വളരെ കൃത്യമായി ആൽക്കഹോളിക്സ് അനോണിമസ് മനസ്സിലാക്കിയിട്ടുണ്ട്. വെറുപ്പ് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനായി സാധ്യമാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ലോകമഹായുദ്ധങ്ങൾ ദർശിച്ചുകൊണ്ട് ആ സമയത്ത് കുടിച്ചിരുന്ന ആളാണ്. ബില്ലിന്റെ കൂടി തന്നെ വരുന്ന ആ സമയത്താണ്. പ്രകൃതി സമ്പത്ത് പങ്കിടുമ്പോൾ ആസന്നമായ ഒരു കൂട്ടക്കൊലക്കിടയാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നതാണ്. അതിന്റെ കാര്യത്തിൽ പോലും ഇത് ഞങ്ങൾക്കാണെന്ന് പറയുന്ന രീതിയിൽ ഉണ്ടാകുന്ന
ഒരു യുദ്ധത്തിന് പോലും നിൽക്കുന്ന സമയത്ത് വിവാദ വിഷയങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 1-ാം പാരമ്പര്യം ഐക്യത്തിന് തുരങ്കം വെക്കും, നമ്മൾ ചേരിതിരിയും മദ്യാസക്തർ എന്നുള്ള ഓർമ്മപ്പെടുത്തലുണ്ടായിരുന്നു. ഇത്തരം ഒരു ആത്മീയ പശ്ചാത്തലത്തിലാണ് ജനിച്ചതും വളർന്നതും. മറ്റുള്ളവരുമായി പരസ്പരം പോരടിക്കാനുള്ള വിമുഖത ശ്രേഷ്ഠമായി കണക്കാക്കുകയും മറ്റുള്ളവരുടെ മേൽക്കൈ നേടാനും നമ്മൾ ശ്രമിക്കുന്നില്ല. മാത്രവുമല്ല, അംഗങ്ങൾ സാധാരണ പൗരന്മാരായെന്നും അവരുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ മറന്ന് അതാതു കാലത്തെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ടവരാണ് എന്ന് ഇതിനർത്ഥമില്ല. മൊത്തമായി കാണുമ്പോൾ ഇത് മറ്റൊരു പ്രശ്നമാണ്. എന്ന നിലയിൽ നാം തർക്കങ്ങളിൽ ഏർപ്പെടുന്നില്ല. അങ്ങനെയൊക്കെ ആയാൽ കൂട്ടായ്മ നശിക്കും. കൂട്ടായ്മയുടെ നിലനിൽപ്പും വ്യാപനവുമാണ് നമുക്ക് പ്രധാനം. മറ്റൊന്നിന്റെയും ഭാരം ചുമക്കാൻ നാം തയ്യാറാകരുത്. മദ്യത്തിൽ നിന്നുള്ള മോചനമാണ് നമുക്ക് ജീവിതം. അതിനാൽ അതിജീവനത്തിനായിട്ട് നാം സർവശക്തിയും സംഭരിക്കേണ്ടതുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയത എത്ര കൃത്യമായിട്ടാണ് ബിൽ വിൽസൺ ഈ ഭാഗത്ത് വരച്ചിട്ടുള്ളത് കണ്ടല്ലേ. ഈ ഒരു ആത്മീയമായ പശ്ചാത്തലത്തിലാണ് ആൽക്കഹോളിക്സ് അനോണിമസ് വിവാദങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ജനിച്ചതും വളർന്നതും ഈ രീതിയിലാണ്. പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്, വാളെടുത്തിട്ടുണ്ട് പരസ്പരം. അവിടങ്ങളിലൊക്കെ സമവായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് പൊതുലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് മുന്നോട്ട് പോയ ആളുകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പോരെടുക്കാൻ നമ്മുടെ ഉള്ളിൽ അടിസ്ഥാനപരമായ ത്വരയുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുന്ന ആളുകളാണ്. നമ്മൾ 1-ാം പടിയിൽ നിൽക്കുന്നവരാണ്. നമുക്കൊരു കുഴപ്പമുണ്ട് എന്ന് അംഗീകരിക്കാൻ തയ്യാറുള്ളവരാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ട് പോരടിക്കുന്നത് ശരിയല്ല എന്ന് നമ്മൾ കണ്ടു. പോരടിക്കാതിരിക്കുന്നത് ശ്രേഷ്ഠതയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ ഈ ഒരു തത്വം തന്നെയാണ് ലോകത്തില് ധാർമ്മികത ഉണ്ടാവുന്നതിന്റെയും പ്രധാന കാരണം. അത് മനുഷ്യ സമൂഹത്തിൽ മാത്രമല്ല, മനുഷ്യന്റെ പ്രമേച്ചിൽ വരെ ഉണ്ടായിട്ടുള്ള ഒരു ധാർമ്മികതയാണിത്. ഇത് വളരെ കൃത്യമായിട്ട് ബിൽ വിൽസന് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ള ആളുകളുമായിട്ട് പോരടിക്കുക നമ്മുടെ എനർജി വേസ്റ്റ് ആവും എന്നുള്ള ബോധ്യമുണ്ട്. അംഗങ്ങൾ സാധാരണ പൗരന്മാരായി അവരുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ മറക്കണം, അല്ലെങ്കിൽ അതാത് കാര്യങ്ങളിൽ ഏർപ്പെടണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ അവർക്ക് ചെയ്യേണ്ടത് ചെയ്യാൻ പറ്റും. പക്ഷെ എന്ന 2 അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. വ്യക്താവായിട്ട് എവിടെയും അറിയപ്പെടാനോ ആളായിട്ട് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാനോ കാരനായിട്ട് ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ അവിടെയും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാനോ പാടില്ല എന്നുള്ളതാണ്. മൊത്തത്തിൽ നമ്മൾ നിൽക്കുന്ന ഗ്രൂപ്പിലാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. എന്ന നിലയിലാണ് നമ്മൾ തർക്കത്തിൽ ഏർപ്പെടാത്തത്. മറ്റേതൊക്കെ വ്യക്തിപരമായ ഇഷ്ടമാണ്. പുറത്തേക്ക് ഇറങ്ങി മീറ്റിംഗ് റൂമിൽ നിന്ന് പുറത്തിറങ്ങി എന്നുള്ള 2 അക്ഷരത്തിന്റെ മുകളിലല്ല നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. നിങ്ങൾക്ക് തർക്കിക്കുകയോ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, അതൊക്കെ നിങ്ങൾക്കാവാം. അതൊന്നും ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്നില്ല. കാരണം കാരനായിട്ട് അവിടെ അറിയപ്പെടാതിരുന്നാൽ മതി. കൂട്ടായ്മ മുന്നോട്ട് പോയിക്കോളും. വ്യക്തിഗതമായിട്ട് അയാൾക്ക് ഉണ്ടാവുന്ന കുഴപ്പങ്ങൾ കൂട്ടായ്മയെ ബാധിക്കാൻ പാടില്ല. ഞാൻ എന്ന വ്യക്തിക്ക് എന്ത് കുഴപ്പമുണ്ടായാലും കൂട്ടായ്മ അവിടെ മുന്നോട്ട് പോകണം. അതൊരു വ്യക്തി ആശ്രയിച്ച് ആവരുത് എന്നുള്ള രീതി തന്നെയാണ്. അപ്പൊ കൂട്ടായ്മ നശിക്കാൻ പാടില്ല. കാരൻ എന്ന പേരിൽ ഞാൻ ഇറങ്ങുമ്പോൾ അവിടെയാണ് ഏറ്റവും പ്രധാനം. കൂട്ടായ്മയുടെ നിലനിൽപ്പും വ്യാപകവുമാണ് നമ്മുടെ പ്രധാന ശ്രദ്ധ ഉണ്ടാവേണ്ടത്. നമ്മുടെ സങ്കല്പം തന്നെ നിൽക്കുന്ന അതിനാണ്. ലോകസേവനം തന്നെ അതിനു വേണ്ടിയിട്ടാണ്. ഒരു മദ്യാസക്തനിൽ നിന്ന് മറ്റൊരു മദ്യാസക്തനിലേക്കുള്ള സന്ദേശമാണ്. അതാണ് നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരം. മറ്റൊന്നിന്റെയും ഭാരം നമ്മൾ പേരിൽ ചുമക്കരുത്. നമുക്ക് ജീവിതം കിട്ടിയ കൂട്ടായ്മയോടുള്ള നന്ദി നമ്മൾ മീറ്റിങ്ങിൽ പറഞ്ഞുകൊണ്ട് തീരുന്നല്ല. കൂട്ടായ്മയാണ് എന്റെ ജീവൻ രക്ഷിച്ചതെന്ന് ഇതിലിങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കിട്ടുമോ? ഇവിടെ കൊതിപ്പിക്കലും പേടിപ്പിക്കലും ഒന്നും ആൽക്കഹോളിക്സ് അനോണിമസിലില്ല. പ്രവൃത്തികളാണുള്ളത്. അപ്പോൾ മദ്യത്തിൽ നിന്നുള്ള മോചനമാണ് നമുക്ക് ജീവിതം. അതുകൊണ്ട് തന്നെ അതിജീവനത്തിനായിട്ട് സർവശക്തിയും എടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് സന്ദേശം പകർന്നു കൊടുക്കുക, മദ്യരഹിതമായിരിക്കുക, ഈ തത്വങ്ങളെ പാലിക്കാനുള്ള ശ്രമം ഞാൻ നടത്തേണ്ടതുണ്ട് എന്ന് തന്നെ ബില്ല് പറഞ്ഞു വെക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നാം മദ്യാസക്തരായേക്കാൾ പെട്ടെന്ന് സമാധാനമുള്ളവരും സന്തോഷമുള്ള ഒരു വലിയ കുടുംബമായെന്ന് നമുക്ക് തോന്നും. തീർച്ചയായും അങ്ങനെയല്ല. നാം മനുഷ്യരാണ്, കലഹപ്രിയരാണ്. ഒരല്പം ശരിയായി തുടങ്ങിയപ്പോൾ അതിന്റെ ഉപരിതലത്തിലും വലിയ കലാപഭൂമികളാക്കി മാറ്റി. അപ്പോ മദ്യാസക്തരായിട്ടുള്ള
നമ്മൾ പറയാറുണ്ട് നമ്മുടെ തത്വങ്ങളൊക്കെ വലിയ കാര്യങ്ങളാണ്, നമ്മൾ പല ഭാഗത്തു നിന്ന് എടുത്തിട്ടാണ് ഏടെ തത്വങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ബില്ല്. അപ്പോ നമ്മളിതെല്ലാം പറഞ്ഞു വെക്കുന്നതിന്റെ കാരണം നമ്മൾ പറയാറുണ്ട്, നമ്മൾ പ്രശ്നങ്ങളെ കുറിച്ച് എപ്പോഴും പറയുന്നതിന്റെ കാരണം നമ്മൾ പ്രശ്നക്കാരാണ്. നമ്മൾ ഈ തത്വങ്ങളൊക്കെ പറഞ്ഞു എയുടെ പല ആളുകളും ഇങ്ങനെ അത്ഭുതം കൂടുന്ന രീതിയിൽ പറയാറുണ്ട്, എയുടെ തത്വങ്ങളൊക്കെ പറയുന്നു ഇവരെന്താ ഇങ്ങനെയാണ്, ഇവരെന്താ ഇങ്ങനെയെന്നല്ല, ഇതാണ് നമ്മുടെ പൊതു സ്വഭാവമാണ്. സ്വാഭാവിക ആഗ്രഹങ്ങളുടെ നേർ വിപരീതത്തിലേക്ക് പോകാൻ പടികളിലൂടെ നമ്മൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിൽ എത്രത്തോളം പുരോഗതി എന്നത് വ്യക്തിപരമായിട്ട് അളക്കാൻ പറ്റുമോ? അതൊരു കൂട്ടമായി ചേർന്നുകൊണ്ട് നമുക്ക് പുരോഗതി അളക്കാനോ ഇങ്ങനെ ആയിരിക്കണമെന്ന് പറയാനോ നമുക്ക് സാധ്യമല്ല. കാരണം നമ്മൾ സമാധാനമുള്ളവരും സന്തോഷമുള്ളവരുമായി ഒരു കുടുംബമായിട്ട് ആശയം വസുദൈവ കുടുംബകം എന്ന് പറയുന്ന ആശയത്തിലേക്കൊന്നും നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിന് അംഗങ്ങൾ അങ്ങനെ എത്ര പെട്ടെന്ന് എത്തുന്നവരല്ല. നമ്മൾ മനുഷ്യരാണ്, കലഹപ്രിയരാണ്. അവിടെയും പറയുന്നത് മദ്യാസക്തര് മാത്രമല്ല, മനുഷ്യരിൽ തന്നെ കലഹപ്രിയരുണ്ട്, മദ്യാസക്തര് മാത്രമൊന്നുമല്ല. അവരല്പം ശരിയായി തുടങ്ങിയപ്പോ അതിന്റെ ഉപരിതലത്തിലും വലിയ കലാപഭൂമിയാക്കി മാറ്റി എന്ന് പറയാണ്. അപ്പോ ആയിരക്കണക്കിന് ഡോളറിന്റെ ചെലവുകൾ പാസ്സാക്കിയിട്ട് വന്ന ഒരു കമ്പനി ഡയറക്ടർ ഒരു ബിസിനസ് മീറ്റിംഗിൽ $25 പോസ്റ്റൽ ചാർജിന്റെ കണക്ക് ചോദ്യം ചെയ്യുന്നു. ആരോ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നു എന്ന് കരുതി പകുതി ആളുകളെയും കൊണ്ട് ഒരാൾ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. പഴമക്കാരനായ കപടഭക്തന് വികാരം കൊള്ളുന്നു. വിവിധ ഉദ്ദേശങ്ങളുമായി എത്തുന്നവർ പലപ്പോഴും ആക്രമിക്കപ്പെടും. ഇത്തരം കോലാഹലങ്ങൾക്കൊന്നും ദ്രോഹിക്കാനാവില്ല. അവയൊക്കെ പാഠങ്ങളായി നമുക്ക് പഠിക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനുമുള്ള അവസരങ്ങളാണ്. എല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുന്നത് എങ്ങനെ കൂടുതൽ കാര്യക്ഷമമാക്കാമെന്നും മറ്റു മദ്യാസക്തർക്ക് എങ്ങനെ നന്മ ചെയ്യാമെന്നുമാണ്. അരനൂറ്റാണ്ട് മുൻപ് ആ ഭാഗം ഞാൻ പ്രത്യേകിച്ച് പറയാം എന്തായാലും. അപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിലെ പൊതുവായ അംഗങ്ങളുടെ സ്വഭാവത്തെ പറയാണ്. ആയിരക്കണക്കിന് ഡോളറിന്റെ ചെലവുകൾ പാസ്സാക്കിയിട്ട് വന്ന സ്വന്തം കമ്പനി നടത്തുന്ന ഒരു ഡയറക്ടർ, അദ്ദേഹത്തിന് പൈസ ഒരു പ്രശ്നമായിരിക്കില്ല. വലിയ കമ്പനികൾ ഉണ്ടാവും, നിസാരമായിട്ട് അദ്ദേഹത്തിന്റെ കമ്പനിയിൽ $1000 ചെലവ്, ആയിരക്കണക്കിന് എന്ന് പറഞ്ഞാൽ $10,000 അദ്ദേഹം എഴുതി ഒപ്പിട്ട് കൊടുത്ത് വന്നിട്ട് അത് നോക്കാതെ വന്ന ആള് എയുടെ ബിസിനസ് മീറ്റിംഗിൽ $25 പോസ്റ്റൽ ചാർജിന്റെ കണക്ക് ചോദ്യം ചെയ്യുകയാണ്. വളരെ രസകരമായി തോന്നുന്നു. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു രൂപ പോലും വെറുതെ ചെലവഴിക്കപ്പെടാൻ പാടില്ല. അത് കൃത്യമായി കണക്കുണ്ടാവേണ്ടതുണ്ട്. മദ്യാസക്തരുടെ പൈസയാണ്, അത് സന്ദേശം കൊടുക്കാൻ എങ്ങനെ ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്യും. തീർച്ചയായിട്ടും നമ്മൾ പറയാറുണ്ട്, കണക്കുകൾ ചോദിക്കും. കണക്കുകൾ പറയേണ്ടവർ കൃത്യമായി ബാധ്യസ്ഥരാണ്. പറയേണ്ട സ്ഥലങ്ങളിൽ, പറയേണ്ട വേദികളിലായിരിക്കുന്നത് മാത്രം. അപ്പോ അവിടെ ചോദ്യം ചെയ്യും. ബിസിനസ് മീറ്റിംഗിലാണ്, ബിസിനസ് മീറ്റിംഗിൽ $25 പോസ്റ്റൽ ചാർജിന്റെ കണക്ക് ഈ ഡയറക്ടർ ചോദ്യം ചെയ്യും. ആരാണ് ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത്? പല ആളുകളും ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നുണ്ട്, ഇവര് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കും. ഇതുണ്ടായിട്ടുണ്ട്. അവിടെ ഭക്തന്മാരെ പഴമക്കാര് പല രീതിയിൽ പറയും ഇവരെല്ലാം ശരിയല്ല, ഇവരെ ശപിക്കുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലൊക്കെ വിവിധ ഉദ്ദേശങ്ങളുമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തുന്ന ആളുകളെ ആക്രമിക്കും. ഇവര് ശരിയായ രീതിയിലല്ല വന്നതെന്നൊക്കെ പറയും. അങ്ങനെ ഏക്കാർ തമ്മിൽ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ ഇതൊന്നും ആൽക്കഹോളിക്സ് അനോണിമസിനെ ദ്രോഹിക്കാനാവില്ല. നമുക്കൊരു കുഴപ്പമുണ്ടാവുമ്പോ, നമ്മൾ കുഴപ്പമുണ്ടായി എന്ന് പറഞ്ഞിട്ട് കടക്കുന്ന ആളുകളിൽ എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ചുകൊണ്ട് തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക. എല്ലാം പാഠം പഠിക്കാനാണ്, വേറൊരാളെ കുറ്റപ്പെടുത്താനല്ല നമ്മളെല്ലാം ചെയ്യേണ്ടത്. എല്ലാം എത്തുന്ന ആത്മീയതയിലേക്കാണ്. ആത്മീയതയുടെ പ്രത്യേകത അവിടെ ആരെയും നമ്മൾ മാറ്റി നിർത്തുന്നില്ല. പാഠങ്ങൾ പഠിക്കുക, ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. വിട്ടുകൊടുക്കലും വിട്ടു നിൽക്കലും തന്നെയാണ് പ്രവർത്തനം. ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള അവസരങ്ങളാണ്. അതിൽ ഓരോ ഏക്കാരനും ആഗ്രഹിക്കേണ്ടത് എങ്ങനെ കാര്യക്ഷമമാക്കാം, ഈ പ്രവർത്തനം കൊണ്ട് എങ്ങനെ മറ്റുള്ള മദ്യാസക്തർക്ക് സന്ദേശം കൊടുക്കാം, ആ ആശയത്തിൽ ഊന്നിക്കൊണ്ടാണ് നമ്മൾ പ്രവർത്തിച്ചിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വാഷിംഗ്ടണിനെ കുറിച്ചുള്ള വിശദമായിട്ട് ഭാഗമാണ് അടുത്ത ആഴ്ച പറയാൻ ഇരിക്കുന്നത്. എന്നെ കേട്ടുന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിഭാഗം ചെയ്ത സുബോധ ആശംസകൾ നടത്തുന്നു. താങ്ക് യു ചേട്ടാ.